ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് മെയിൻ ആയിട്ട് എന്തായിരുന്നു? ഓർഗാനിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഓർഗാനിക്കിലെ 4 ചാപ്റ്ററിലുള്ള മെയിൻ കണ്ടന്റ് ഓർഡറിൽ എടുത്തു. ഇനി മെയിൻ ആയിട്ട് അവിടെ എടുക്കേണ്ടത് ABCD ക്വസ്റ്റ്യൻസും പിന്നെ എന്തായിരിക്കണം, കൺവേർഷൻസും പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസുകൾ കേൾക്കുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് എടുത്തു പോവാം. അതിലിപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ് കേട്ടോ. ഓക്കെ, വൈകി വന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്, ഈ ടോപ്പിക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ എവിടെയാണ് കിടക്കുന്നത്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക് ആണ് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. അത് പഠിക്കുന്നതിന് ഒരു 3-4 ഫാക്ടേഴ്സ് ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ആദ്യം ഓർത്തു വെക്കേണ്ടത് കാറ്റയോൺ മൂവ് ടു കാഥോഡ് എന്ന് പറഞ്ഞേ. കാറ്റയോൺ മൂവ് ടു കാഥോഡ്, CC കേട്ടോ. ഓക്കെ, കാറ്റയോൺ മൂവ് ടു കാഥോഡ്, ദെൻ ആനയോൺ മൂവ് ടു ആനോഡ് കേട്ടോ. ഓക്കെ, ഇത് ഓർത്തു വെക്കുക. ലോകത്തില് ഇന്നേ വരെ ഉണ്ടാകുന്ന കാറ്റയോൺ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മാറില്ല, അത് പോസിറ്റീവ് ചാർജ് ആണ്. കാഥോഡ് മാറും, കാഥോഡ് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും. ബാറ്ററിയിൽ വേറെ ആയിരിക്കും, ഇലക്ട്രോളിസിസിൽ വേറെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ ആനയോൺ ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ്. ആനയോൺ ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പൊ ആനോഡ് ഇവിടെ എന്തായിരിക്കും? ആനോഡ് പോസിറ്റീവ്. ബാറ്ററിയിൽ ആനോഡ് എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. ലോൺ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ് അല്ലെ. ഓക്കെ, അപ്പോ ബാറ്ററിയിൽ ആനോഡ് നെഗറ്റീവ് ആണ്, പക്ഷെ ഇവിടെ ആ ഒരു സംഭവം. ഇത് ആദ്യം ഓർത്തു വെക്കുക 2 പോയിന്റുകൾ. ഫസ്റ്റ് പോയിന്റ് ഇത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് ഓർത്തു വെച്ചേക്കണം. രണ്ടാമത്തെ പോയിന്റ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എല്ലാവരും കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം. ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 0. ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0. ദെൻ തേർഡ് പോയിന്റ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് വേൾഡില് ജനറൽ ആയിട്ട് വരുന്ന മെറ്റൽസുകളെല്ലാം, റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുകളെല്ലാം തന്നെ എന്തായിരിക്കും? നെഗറ്റീവ്. ജനറൽ ആയിട്ട് വരുന്ന എല്ലാ മെറ്റൽസും എന്തായിരിക്കും? നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കേട്ടോ. ഓക്കെ, എഴുതി വെക്ക്. കേട്ടോ, ആൾ ഉദ്ദേശിച്ചുണ്ടോ? Na+Ca2+. ഞാൻ ഇന്നിപ്പോ എടുത്തപ്പോ തന്നെ പറഞ്ഞാണ് കേട്ടോ. ഒരാളെങ്കിലും ഇങ്ങനെ പറഞ്ഞു തന്നായി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ആ സമയത്ത് ഡൗട്ട് വരും കേട്ടോ. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞപ്പോ തന്നെ ചിന്തു എന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു അല്ലെ. എന്തായിരുന്നു? നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ മൈൻഡിൽ വരുന്നതാണ്, അയ്യോ Na+Mg2+ അല്ലേ, അങ്ങനെ വരും. അതല്ല, അത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾവേസ് മെറ്റൽസുകൾക്ക് എന്ത് വരുള്ളൂ? പോസിറ്റീവ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ജനറലി എന്തായിരിക്കും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആർക്കാ? ബ്രാക്കറ്റിൽ എഴുതി വെക്കണം, ജനറൽ മെറ്റൽസ്. ദെൻ നെക്സ്റ്റ് അടുത്ത പോയിന്റ് കൂടി ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തുടങ്ങാം. നെക്സ്റ്റ് എന്തായിരിക്കും? 3 ആൾക്കാർ മെയിൻ ആയിട്ട് കേട്ടോ ഓർത്തു വെക്കുക. Ag ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആവുന്നത് ആർക്കൊക്കെ ആയിരിക്കും? Ag, Au എന്ന് പറഞ്ഞ എന്താ? ഗോൾഡ് കേട്ടോ. ഓക്കെ, ദെൻ Cu കേട്ടോ. ഇവർക്കൊക്കെ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇത്രയും ഫാക്ട് വെച്ചിട്ട് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിനെ ഫേസ് ചെയ്യുന്നത്. ഞാൻ ഇത് പറഞ്ഞു, ഒരു എക്സ്പെരിമെന്റൽ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് നീറ്റ് ആയിട്ടൊക്കെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഏരിയ ആണ്. ഇനി അടുത്ത കാര്യം, ഈ 4 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കുക, കാഥോഡ് എന്ന് എഴുതി വെക്കുക. കാഥോഡ് കേട്ടോ. ഹെഡിങ് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് എഴുതണം, അല്ലെങ്കിൽ ബാറ്ററി ആണെന്ന് എഴുതിയിട്ടൊക്കെ കൂടി തെറ്റിക്കും. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്, അതില് കാഥോഡ് എന്ന് എഴുതി വെക്കാം. എന്നിട്ട് കാഥോഡിന്റെ അവിടെ എഴുതി വെക്കുക എന്താണ്? ജനറലി ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രിഫറബിൾ. 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 ദെൻ ആനോഡ് എന്ന് എഴുതി വെക്കുക ജനറലി ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രിഫറബിൾ. ജനറലി ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രിഫറബിൾ. ജനറലി ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രിഫറബിൾ. ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഈ ചാപ്റ്ററിൽ 5 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിൽ പഠിച്ചു വെക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് എക്സാം? കെമിസ്ട്രി എളുപ്പമായിരുന്നല്ലേ? ഇലക്ട്രോ കെമിസ്ട്രിയിലെ ലാസ്റ്റ് ടോപ്പിക്കില്ലേ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് കേട്ടോ. അത് നിങ്ങളുടെ A ബാച്ചിന് കെമിസ്ട്രി കഴിഞ്ഞിട്ടില്ല, B ബാച്ചിന് അല്ലെ. A ബാച്ചിന് കഴിഞ്ഞു, B ബാച്ചിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്
അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ, അവർ എഴുതിയേക്കുന്ന നോട്ടൊന്നും എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ആൻഡ് ഓർഗന വായിച്ചോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിസ്ട്രി എടുത്തു ഓർഗന വായി കേട്ടോ. ബുക്കില്ല, അവിടെ ഉണ്ട് കേട്ടോ. വേഗം കേട്ടോ. ഇലക്ട്രോകെമിസ്ട്രിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർക്കനെ വായിച്ചു. ജെബിൻ ഓർക്കനെ നല്ല സൗണ്ട് വായിക്കും. ആ, ശ്രദ്ധിക്കുക എല്ലാവരും. പ്രെഡിക്ട് ദ പ്രൊഡക്റ്റ് ഓഫ്, എല്ലാവരും എഴുതും ക്വസ്റ്റ്യൻ എഴുതി, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ആളുകൾ ഒരു ഐഡിയ കിട്ടില്ല. പ്രെഡിക്ട് ദ പ്രൊഡക്റ്റ് ഓഫ് electrolysis of the following reaction കേട്ടോ. ഓക്കെ, predict the product of electrolysis of the following reaction അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കില് 4 ക്വസ്റ്റ്യനും അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ 5 എണ്ണം എഴുതി അതങ്ങ് തീർത്തേക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഇത് എന്ത് ക്വാണ്ടിറ്റി എക്സ്പെരിമെന്റൽ ആണ്. അപ്പൊ എക്സ്പെരിമെന്റൽ വരുന്ന സമയത്ത് ചിലത് ആ എക്സ്പെരിമെന്റിൽ ചെയ്ത് കിട്ടുന്നതാണ് ആക്ച്വലി. അപ്പോ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ചെറിയ ട്രിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. ആ ട്രിക്സ് ഉപയോഗിച്ച് കുറച്ചൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ആ പ്രഡിക്ഷനിൽ ഒരെണ്ണമാണ് നമുക്ക് കാഥോഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ. ഓക്കെ, അപ്പോ അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർഗന വായിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അക്വ സൊല്യൂഷൻ ഓഫ് എന്തായിരുന്നു? AgNO3. AgNO3 അക്വസ് ആണ്. AgNO3 മാത്രമേ ഉള്ളൂ അല്ലെ? സിൽവർ ഇലക്ട്രോൺ. AgNO3 ഇൻ സിൽവർ ഇലക്ട്രോൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വായിച്ചേ. എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. പ്ലാറ്റിനം ഇലക്ട്രോൺ ഉണ്ടോ? ഓക്കെ, അപ്പൊ 2 എണ്ണമാണ് വരുന്നത്. ഇത് തന്നെ ഒരെണ്ണം എന്തായിരുന്നു? AgNO3 അക്വ സൊല്യൂഷൻ ആണ്, മറ്റേത് സാധാരണയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യനുകൾ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. 4 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 4 ക്വസ്റ്റ്യൻസിലും ആദ്യം എന്ന് പറയുന്നത് കാഥോഡ് ആണ്. കാഥോഡിന്റെ റൂൾ എന്താ പറഞ്ഞേ? കാറ്റയോൺ മൂവ് ടു കാഥോഡ് അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ആക്കണം. AgNO3 അല്ലെ? AgNO3 വാട്ടറിലിട്ടാൽ എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? Ag പ്ലസ് NO3 മൈനസ്. ഒരു കാര്യം കൂടി പറയാം, ഇതിൽ ആർക്കെങ്കിലും വാലൻസി 9th ടേബിൾ അറിയില്ലെങ്കിൽ അത് ഫ്രഷ് ആവാതെ ഇതിലേക്ക് വരാൻ എന്നിട്ട് കാര്യമില്ല. HNO3 പണ്ട് പഠിച്ചിട്ടുണ്ട്. H പ്ലസ് ആൻഡ് NO3 മൈനസ്. H2SO4 എന്താ? 2H പ്ലസും SO4 2 മൈനസ്. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, Ag പ്ലസും NO3 മൈനസും. വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ എന്തായിരിക്കും? വാട്ടർ H പ്ലസ് ആൻഡ് OH മൈനസ്. ഇനി ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കാഥോഡ് അല്ലെ? ഓക്കെ, കാഥോഡിന്റെ റൂൾ എന്താ പറഞ്ഞേ? കാറ്റയോൺ മൂവ് ടു കാഥോഡ്. ജൈവിനാണ് നമ്മുടെ കാഥോഡ് ആയിട്ടിരിക്കുന്ന ആള് കേട്ടോ. ഓക്കെ, അങ്ങനെ ജൈവിന്റെ അടുത്തേക്ക് 2 കാറ്റയോൺ ചെല്ലുകയാണ്. Ag പ്ലസും H പ്ലസും. ആരെയും എടുക്കും ജൈവൻ? ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ കൊണ്ട് ജൈവൻ 2 എണ്ണം എടുക്കും. ഭയങ്കര അങ്ങനെ പറ്റില്ല, ഒരാളെ എടുക്കണം. Ag പ്ലസ് എടുക്കോ H പ്ലസ് എടുക്കോ? എന്തുകൊണ്ട്? റീസണും പറയണം. അല്ല വെറുതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ H പ്ലസ് ഇടിയുള്ളൂ. ഓക്കെ, പറഞ്ഞു. ഓക്കെ, ക്രിസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം ചെയ്തു അല്ലേ? ഓക്കെ, ഇന്നലെ ഒരു അല്ലെ ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതില് ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ക്രിസ്, ഞങ്ങളൊരു യൂണിറ്റ് ആണോ, ഞാനില്ല അതിനകത്ത്. ക്രിസിന്റെ ടീം ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അപ്പൊ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ക്രിസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ക്ലാപ്പ് കേട്ടോ. H പ്ലസ് പോവോ Ag പ്ലസ് പോവോ?
ഇതിലവിടെ ഒരു റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ റൂൾ വെച്ചിട്ട് പറ, അല്ലാതെ വെറുതെ പറയാൻ പറ്റില്ല. ഞാൻ എഴുതുന്ന വെറുതെ എന്ന് കരുതിയാ. പറഞ്ഞേ എന്തായിരിക്കും പറയാനെ? കാഥോഡിന്റെ അവിടെ എന്താ എഴുതി വെച്ചേക്കണ റൂൾ ഒന്ന് വായിച്ചേ ഉറക്കനെ. ആ പറഞ്ഞു. ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെ, ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. H പ്ലസിനായിരിക്കോ ഹയർ, Ag പ്ലസിനായിരിക്കോ ഹയർ? കാരണം എന്താ? Ag പ്ലസ് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, H പ്ലസ് എന്തായിരിക്കും? 0. അപ്പൊ ഇതിന് മാത്രമാണ് നമുക്കൊരു ലോജിക് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റിയ. ബാക്കിയാ കാണാതെ പഠിക്കണ്ട, അത്രേ ഉള്ളൂ. മനസ്സിലായി? ഓക്കെ. അപ്പോ ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് കാഥോഡില് ആര് വരും? Ag. കാരണം എന്തായിരുന്നു? അവിടെ ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോ Ag പ്ലസ് കാഥോഡിന്റെ അടുത്തേക്ക് വരും. Ag പ്ലസ് വരുന്ന സമയത്ത് ഇവിടുന്ന് 1 ഇലക്ട്രോൺ Agക്ക് കൊടുക്കുകയാണ്. കണ്ടോ? ഓക്കെ, 1 ഇലക്ട്രോൺ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ 1 ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ഇവിടെ Ag ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ആവും. കണ്ടോ? ഓക്കെ, Ag ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ആവും. മനസ്സിലായി? അങ്ങനെയാണ് Ag എവിടെ ഡെപ്പോസിറ്റ് ആയത്? കാഥോഡില് ഡെപ്പോസിറ്റഡ് ആയത്. കേട്ടോ? ആനോഡ്, ആനോഡ് ഈ ടോപ്പിക്ക് പറയാനായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു ക്ലൂ തരാം. 10th ചാപ്റ്ററിന്റെ പേര് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. അതില് ലാസ്റ്റ് ടോപ്പിക്കിന്റെ പേര് റിഫൈനിങ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊറോഷൻ ഉണ്ട്, അതിന് തൊട്ട് മുമ്പ് ഒരു റിഫൈനിങ്. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചേക്കുന്ന ഈ ഒരു ടോപ്പിക് പോലെയുള്ള ചെയ്ത്. അവിടെ എടുക്കുന്ന ഒരു കാര്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവുമായിരിക്കും. കോപ്പർ, ഇംപ്യൂർ കോപ്പർ എടുക്കും, കോപ്പർ സൾഫേറ്റ് എടുക്കും അല്ലെ. ഇംപ്യൂർ കോപ്പർ എവിടെ വെച്ചിരുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആനോഡിൽ ഇംപ്യൂർ കോപ്പർ വെക്കും. കാഥോഡിൽ എന്ത് വെക്കും? പ്യുവർ സ്ട്രിപ്പ് ഓഫ് കോപ്പർ വെക്കും. ഇങ്ങനെ സെയിം തന്നെയാണ് വെക്കുക. മനസ്സിലായി? എന്താ വെക്കുക? കോപ്പർ. കേട്ടോ? ഓക്കെ. എന്നിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ ആനോഡ് ഇങ്ങനെ പതുക്കെ ഡിസോൾവ് ചെയ്ത് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് താഴെ ഒരു മഡ് കിട്ടും. അതിനാ ആനോഡ് മഡ്. ഇതാ ഈ ടോപ്പിക് എവിടെ പഠിപ്പിച്ചേക്കുന്നത്? 10th അതേ ടോപ്പിക്കാണ്. സിൽവർ ആണ് 2ൽ ഉപയോഗിച്ചേക്കുന്നത്. രണ്ടും ഒരേപോലത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കാം, ആനോഡ് സിൽവർ ഇതിലേക്ക് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. സിൽവർ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. കേട്ടോ? നമ്മൾ ഇന്നലെ എടുത്ത ടോപ്പിക്കില്ലേ, അത് തന്നെയാണ്. കേട്ടോ? ഓക്കെ. അപ്പോ സിൽവർ ഇങ്ങനെ ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ആനോഡിൽ എന്ത് വരും? ആനോഡിൽ സിൽവർ ഉണ്ട് അല്ലെ. ആനോഡിൽ എന്താ വെച്ചേക്കുന്നത്? നമ്മള് സിൽവർ ആണ്. അതെന്താവും? Ag gives Ag plus 1 ഇലക്ട്രോൺ. കേട്ടോ? എന്തായി മാറും? ആനോഡില് Ag gives എന്ത് വരും? Ag plus 1 ഇലക്ട്രോൺ. കേട്ടോ? ഓക്കെ. ഇതാണ് ആനോഡിൽ വരുന്നത്. കേട്ടോ? ഇതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ടോപ്പിക്. അപ്പോ എന്തൊക്കെ വരും? കാഥോഡില് സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും, ആനോഡില് സിൽവർ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. സിൽവർ എന്താവും? ഡിസോൾവ് ചെയ്യും. കേട്ടോ? ഇതാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോ കാഥോഡിന്റെ ഐഡിയ കിട്ടിയോ? സിൽവർ ഒഴിച്ച് ബാക്കിയുള്ള മെറ്റൽസുകൾ വന്നാൽ, സിൽവറും കോപ്പറും ഒഴിച്ച് ബാക്കിയുള്ള മെറ്റൽസ് വന്നാൽ എന്താ വരിക? ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് വരും. കേട്ടോ? ഓക്കെ. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ കാണാതെ തന്നെ ഓർത്ത് പഠിക്കേണ്ടി വരും. കേട്ടോ? ഓക്കെ. ഇത്ര ഓക്കെ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇപ്പൊ തന്നെ ചോദിക്കോട്ടോ. ഓക്കെ, കിട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേഗം എഴുതി പോണോ കേട്ടോ. ഏതായിരുന്നു? പ്ലാറ്റിനം ഇലക്ട്രോഡ് കൊടുക്കും അല്ലെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. വായിക്കുന്ന ആൾക്കാരെല്ലാവരും എഴുതിക്കോ കേട്ടോ. ഒന്നും കൂടി എഴുതിക്കോ. ഒരു ഇന്നലെ എഴുതിയ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. ഒന്ന് ഉറക്കനെ വായിച്ച ക്വസ്റ്റ്യൻ. An aqueous solution of AgNO3, an aqueous solution of AgNO3 with platinum electrode, with platinum electrode, with platinum electrode, with platinum electrode. വല്ല വ്യത്യാസം ഉണ്ടോ? ഇത് ഇത്രയും പോർഷൻ സെയിം ആണ്. കാഥോഡ് വരെയുള്ളതെല്ലാം സെയിം ആയിരിക്കും. കാഥോഡ് വരെയുള്ളതെല്ലാം സെയിം ആയിരിക്കും. ഇനി ആനോഡില് സിൽവർ അല്ല, പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഇനേർട്ട് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ് ഇരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വാട്ടർ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതില് ആനയോൺ ആരാ? OH മൈനസ് ആൻഡ് NO3 മൈനസ്. അതില് OH മൈനസ് 3യിൽ നിന്ന് ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇനി ഇപ്പൊ പഠിച്ചേക്കുന്നതിൽ ക്ലൂ ഇതാണ്. ഈ നാല് ടോപ്പിക്കിലും ഫസ്റ്റ് ടോപ്പിക്കിൽ എന്ത് വന്നിട്ടുണ്ട്? ആനോഡില് സിൽവർ. ബാക്കി രണ്ടെണ്ണത്തിലും ഓക്സിജൻ ഗ്യാസ് ആയിരിക്കും ആനോഡിൽ വരുന്നത്. ഓർത്തിരിക്കാൻ. ലാസ്റ്റത്തെ മാത്രം ക്ലോറിൻ വന്നാൽ ക്ലോറിൻ ഗ്യാസ് ആയിരിക്കും വരുന്നത്. കേട്ടോ? ഓക്കെ. ക്ലോറിൻ വരുമ്പോ ഓക്കെ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓർത്ത് വെക്കുക. കേട്ടോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? സിൽവർ ഡിസോൾവ് ചെയ്യുകയാണ്.
പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസില്. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാറ്റിനം ഇലക്ട്രോഡ് ആണ്. അപ്പൊ സെയിം തന്നെ വരും, ഇവിടെ മാത്രം വ്യത്യാസം വരും. എന്തായിരിക്കും? 4OH മൈനസ് 4OH മൈനസ് അല്ലെ, അതിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് H2O പ്ലസ് ഓക്സിജൻ ഗ്യാസ്. ഓക്കെ, H2O എന്ന് പറയുമ്പോൾ ഇവിടെ 2H2O 2 4 ആയി. ദെൻ ഇവിടെ 2O2 ഉണ്ടോ? ഓക്കെ, ഈ O2 ഗ്യാസ് ആയിട്ട് കൊടുക്കാം. O2 ഗ്യാസ് ആയിട്ട് കൊടുക്കാം. റൂളുകൾ ഒന്ന് പറഞ്ഞു നോക്കി. ആദ്യത്തെ റൂൾ എന്തായിരുന്നു? ഇത് പഠിക്കുമ്പോ കാറ്റയോൺ മൂവ് ടു കാഥോഡ്. സെക്കൻഡ് റൂള് ആനയോൺ മൂവ് ടു ആനോഡ്. ദെൻ കാഥോഡിൽ ജനറൽ പ്രിഫറൻസ് എന്തായിരുന്നു? ജനറലി ഹയർ ഇലക്ട്രോഡ് ആണ് കേട്ടോ. എന്തായിരുന്നു? ഹയർ ഇലക്ട്രോഡ്. കാഥോഡിൽ എന്താ വരാ? ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആനോഡിൽ എന്തായിരിക്കും? ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിൽ കാഥോഡിനെ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു സംഭവം വരും, ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയും. അത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഓരോ ഇലക്ട്രോഡ് എടുക്കുമ്പോഴൊക്കെ ഡിഫറൻസ് വരും, അതുകൊണ്ട് അത് പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കാഥോഡിൽ മാത്രമാണ് ഇങ്ങനെ ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി വെക്കാം കേട്ടോ. ABC ആണ് തേർഡ് ക്വസ്റ്റ്യൻ. വൈകി വന്നേക്കുന്ന ആൾക്കാർ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ, നമ്മളിപ്പോ ചെയ്യുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിലെ തേർഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ. ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് H2SO4 അല്ലെ. H2SO4 എന്തായിരിക്കും? സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. H2SO4 സൾഫ്യൂരിക് ആസിഡ്. H2SO4 എങ്ങനെ സ്പ്ലിറ്റ് ആവും? ആദ്യം അതാണ് നമ്മൾ എഴുതുന്നത്. H2SO4 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാവാ? 2H plus and SO4 2 minus. ഇവിടെ നിങ്ങൾ പഠിപ്പിച്ചേക്കുന്നത് കാഥോഡിൽ ആരാ പോവാ? കാറ്റയോൺ. ഇവിടെ രണ്ടിലും H പ്ലസ് ഉള്ളൂ, രണ്ടിലും H പ്ലസ് ഉള്ളൂ. അപ്പോ നമ്മൾ പഠിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണ്? കാറ്റയോൺ മൂവ് ടു കാഥോഡ്. അപ്പൊ H പ്ലസ് ഉണ്ടോ? ഓക്കെ, H പ്ലസ് അല്ലെ. ഓക്കെ, പ്ലസ് 1 ഇലക്ട്രോൺ, ഇവിടെ 2 കൊടുക്കുക. അപ്പൊ 2 2 ആയിക്കോളും. H2 ഗ്യാസ്. ഇതാണ് കാഥോഡ് കേട്ടോ. ഓക്കെ, കാഥോഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് വരും. ആനോഡിൽ നിന്ന് നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ, എളുപ്പമല്ലേ പഠിക്കാനായിട്ട്. അപ്പം ആനോഡിൽ ആരായിരിക്കും വരുന്നത്? O2 കേട്ടോ. O2 അതേ സെയിം ഇക്വേഷൻ ആണ്. എന്തായിരുന്നു എന്ന് പറഞ്ഞേ? 4OH മൈനസ് ഗീവ്സ് എന്തൊക്കെയായിരിക്കും? 2H2O പ്ലസ് O2 ഗ്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേട്ടോ, അക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ ക്ലോറൈഡ്. വേഗം എഴുതിയേ. അക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ ക്ലോറൈഡ്. കേട്ടോ, ഇത് എഴുതി കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി പോവുക. എൻ്റെ ഒപ്പം എഴുതാൻ നോക്കുക. നമുക്ക് പരമാവധി എല്ലാ ടൈപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അക്വ സൊല്യൂഷൻ ഓഫ് ഇത് എഴുതി കഴിഞ്ഞിട്ട് മതി. എഴുതിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതി നോക്കുക കേട്ടോ. അക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ ക്ലോറൈഡ്. കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താ? CuCl2 അല്ലെ. CuCl2. അക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ ക്ലോറൈഡ്. ഏത് ഇലക്ട്രോഡ് കൊടുത്തേക്കുന്നവര്? പ്ലാറ്റിനം ഇലക്ട്രോഡ്. കോപ്പർ ക്ലോറൈഡ് CuCl2 എങ്ങനെ സ്പ്ലിറ്റ് ആവും?
Cu2 plus and 2Cl minus. Cu2 plus എന്ത് വരും 2Cl minus. 2Cl minus Cu2 plus and 2Cl minus. ഇനി ഇവിടെ നിങ്ങൾ പറ കാഥോഡില് Cu2 പ്ലസും H പ്ലസും Cu2 പ്ലസും ഉണ്ട് H പ്ലസും ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ആരാണ് അല്ലെ നമ്മൾ പറഞ്ഞു കാറ്റയോൺ മൂവ് ടു കാഥോഡ് എന്നാണ്. കാറ്റയോൺ Cu2 പ്ലസും ചെല്ലും H പ്ലസും കാഥോഡിന്റെ അടുത്തേക്ക് വരും. ആരാണ് അതിൽ നിന്ന് വരിക Cu2 പ്ലസ്. എന്തുകൊണ്ട് Cu2 പ്ലസ് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കേട്ടോ. വൈകി വന്ന ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, അവരോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും റീസൺ? കോപ്പറിന് അപ്പൊ എത്രയായിരിക്കും എന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? കോപ്പർ പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ആരൊക്കെയാണ് അപ്പൊ വൈകി വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. കോപ്പർ, സിൽവർ, ഗോൾഡ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഒന്ന് പറയാം പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ മെറ്റൽസും ജനറൽ എല്ലാ മെറ്റലും എന്തായിരിക്കും നെഗറ്റീവ്. ഈ ടോപ്പിക് പഠിച്ചാലാണ് ഡിയിലും ഇവിടെയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓർത്ത് വെക്കാം. ജനറലി ബാക്കിയുള്ള എല്ലാവരും സിങ്ക് എന്തായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ഉണ്ടോ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അപ്പോ H പ്ലസും കോപ്പറും വന്നാൽ കോപ്പർ വരും. H പ്ലസും ക്രോമിയം വന്നാൽ ആര് വരും? H പ്ലസ് വരും. കാരണം എന്താ ഹൈഡ്രജന്റെ 0 ആണ്, ബാക്കി ആൾക്കാർക്കൊക്കെ നെഗറ്റീവ് ആണ്. അപ്പോ കാഥോഡില് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, അതാണ് റൂള്. അപ്പോ H പ്ലസും Cu2 പ്ലസും കൂടി പോകും. അപ്പൊ ആരായിരിക്കും വരുന്നത്? Cu2 പ്ലസ് കേട്ടോ. റീസൺ എന്തായിരുന്നു? Cu2 പ്ലസിന് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, ഹയർ വാല്യൂലാണ് കാഥോഡിൽ വരിക കേട്ടോ. അപ്പൊ ആൻസർ എന്തായിരിക്കും എഴുതാൻ പോകുന്നത്? Cu2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും? Cu കോപ്പർ അല്ലെ, അവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും കാഥോഡില്. ഇനി ആനോഡിൽ എന്ത് വരും? ആനോഡില് ഇത് കണ്ട Cl വരും, അതുപോലെ O2 വരും. അവിടെ ഒരു ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. ഓക്കെ, ഓവർ പൊട്ടൻഷ്യൽ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ് Cl. ആര് വരും? ക്ലോറിൻ ഗ്യാസ് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും ക്ലോറിൻ ഗ്യാസിന്? പറഞ്ഞേ 2Cl മൈനസ് അല്ലെ ഗീവ്സ് എന്ത് വരും? Cl2 പ്ലസ് 2 ഇലക്ട്രോൺ കേട്ടോ. ഇതാണ് ആനോഡിൽ വരാം കേട്ടോ. വേഗം എഴുതി വെച്ചു. ഗൈഡുകളിലും പല ബുക്കുകളിലും ഈ നേരത്തെ എഴുതിയ ഓക്സിജന്റെ ഇല്ലേ രണ്ടും എഴുതി വെക്കും. എന്നിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഒക്കെ ബ്രാക്കറ്റിൽ ഇട്ട് തരും. എന്നിട്ട് അപ്പൊ ചില കുട്ടികൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാണാതെ പഠിക്കണതാണ്. അതിന്റെ ആവശ്യമില്ല, ഇത്രയും മതി കേട്ടോ. ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാ. അവിടെ എറർ വരരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കി ഇവിടെ ഒരു ഓവർ പൊട്ടൻഷ്യൽ വന്നുകൊണ്ടാണ് ക്ലോറിൻ വരുന്നത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി പഠിക്കാനുണ്ട്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 4. അപ്പോ ഇലക്ട്രോ കെമിസ്ട്രിയിലെ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ടെക്സ്റ്റ് ബുക്കിലെ 4 ക്വസ്റ്റ്യൻ, അതാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇനി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. അത് നമ്മൾ പണ്ട് പഠിച്ചേക്കുന്ന ക്ലോർ ആൽക്കലി പ്രോസസ്സാ, ഓർമ്മയുണ്ടോ? 10th ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് അല്ലെ. ഓക്കെ, അതില് പഠിപ്പിച്ചേക്കുന്ന ക്ലോർ ആൽക്കലി പ്രോസസ് എന്തായിരുന്നു? അക്വസ് ബ്രൈം സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലെ. ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈം സൊല്യൂഷൻ. അപ്പൊ അത് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് കൂടി എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആവും. അവിടെ എഴുതി വെക്കാം ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് എല്ലാവരും എഴുതിയോ? മാച്ചോട്ടെ. NaCl വാട്ടറിൽ ഇട്ടാൽ എങ്ങനെ സ്പ്ലിറ്റ് ആവും? Na പ്ലസ് ആൻഡ് Cl മൈനസ്. Na പ്ലസ് ആൻഡ് Cl മൈനസ്. നെക്സ്റ്റ് വാട്ടർ അല്ലെ. വാട്ടർ എന്ന് പറയുമ്പോൾ H2O സ്പ്ലിറ്റ് ആവുന്ന എന്തായിരിക്കും? H പ്ലസ് ആൻഡ് OH മൈനസ്. H പ്ലസ് ആൻഡ് OH മൈനസ് ആണോ? ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ ബാക്കില്. H പ്ലസ് ആൻഡ് OH മൈനസ് എഴുതിയോ? ഇനി ഇവിടെ കാഥോഡിലേക്ക് Na പ്ലസും വരും H പ്ലസും വരും. ഒരാളെ എടുക്കുള്ളൂ. ആരെ എടുക്കും? H പ്ലസ്. വൈ പറയേ? ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഹൈഡ്രജന്റെ പൊട്ടൻഷ്യൽ എത്രയാ? 0. ലോകത്തിൽ ജനറൽ ആയിട്ടുള്ള സോഡിയം പോലെയുള്ള മെറ്റൽസിന് എന്തായിരിക്കും? നെഗറ്റീവ്. ഓക്കെ ആണോ? നെഗറ്റീവ് കേട്ടോ. അപ്പോ ഓർത്തു വെക്കുക. അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഹൈഡ്രജൻ ഗ്യാസാ വരുന്നേ. H പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ. ഇവിടെ 2 കൊടുത്തേക്കാം. എന്നാലും ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടൊക്കെ വരുള്ളൂ. H2 ഗ്യാസ്.
ഇനി ആനോഡില് ഞാൻ നേരത്തെ പറഞ്ഞൊരു ട്രിക്ക് ആണെന്ന് പറഞ്ഞു. അവിടെ OH-നേക്കാളും Cl ആയിരിക്കും പ്രയോറിറ്റി. എന്തുകൊണ്ടായിരുന്നു? ഓവർ പൊട്ടൻഷ്യൽ അല്ലെ, അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്ത് വരും? Cl മൈനസ് അല്ലെ, ഒരു 2 കൊടുക്കുക ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഗീവ്സ് എന്തൊക്കെ വരണം? Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. ഇവിടെ ഗ്യാസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് എന്തൊക്കെ വരും? ഇത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ NaOH വരും കണ്ടോ. ഇവിടുന്ന് കണ്ടോ Na ഉണ്ട്, ഇവിടുന്ന് OH ഉണ്ട് കണ്ടോ. അതാണ് NaOH വരുന്നത്. അതതിന്റെ പ്രിപ്പറേഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ പഠിപ്പിച്ചത് അല്ലെ, ക്ലോറോ ആൽക്കലി പ്രോസസ് പഠിപ്പിച്ചത്. സെയിം തന്നെയാണ്, വിത്ത് എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഒരെണ്ണം ആവശ്യമുള്ള കാഥോഡും ആനോഡും മാത്രമേ എഴുതുള്ളൂ. ഇവിടെ നിന്ന് വേണമെങ്കിൽ 2 എണ്ണം ഒക്കെ എഴുതി വെച്ചിട്ട് അവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടായിരിക്കും എക്സാമ്പിൾ വരാം. നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക, ഇതാണ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോസിസ് ഇലക്ട്രോകെമിസ്ട്രിയിലെ ലാസ്റ്റത്തെ ടോപ്പിക് കേട്ടോ. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും എടുക്കില്ല. ഞാൻ ആദ്യം കരുതി ഫസ്റ്റ് ചാപ്റ്റർ തന്നെ തുടങ്ങാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫസ്റ്റ് മുതൽ ഇത്രയും വരെയുള്ള ചാപ്റ്ററുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ടോപ്പിക്സ്, ഏതെങ്കിലും ടോപ്പിക്സോ അവർക്ക് ഡൗട്ട് ഒന്നുമില്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതെങ്കിലും ടോപ്പിക്സോ ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവാം. അത് ഡൗട്ടാണ്, അത് ചെയ്യാം കേട്ടോ. ചോദിച്ചോ, ഏതാണ് എല്ലാ ചാപ്റ്ററിലും ഏതാണ് ഡൗട്ട്? ഇപ്പൊ ഇയാൾ പറഞ്ഞല്ലേ കണ്ടോ, കോർഡിനേഷൻ കോമൺല അതാണെന്ന് പറഞ്ഞു. മറ്റേതാണെങ്കിൽ ഞാൻ ജനറലി ഇങ്ങനെ പറഞ്ഞല്ലേ പോവുള്ളൂ. അതിലെ ഏത് ടോപ്പിക്? എന്നാൽ ഒരു കാര്യം ചെയ്യാം, കെമിക്കൽ കൈനറ്റിക്സിലെ ഡെറിവേഷന്റെ ഏരിയാസും കെമിക്കൽ കൈനറ്റിക്സ് ചെറിയ അഭിപ്രായം ഭയങ്കര ഏറ്റവും ആണ്. അപ്പൊ ഒന്ന് ഓൾ ഓവേഴ്സ് അത് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ആദ്യം നോമൻക്ലേച്ചറിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട് നോമൻക്ലേച്ചർ കാണാൻ പഠിക്കാനുള്ളതല്ലേ, എളുപ്പല്ലേ? പറഞ്ഞുതരാം കേട്ടോ. ഐസോമർസം പറയാം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, കോർഡിനേഷൻ കോമ്പൗണ്ട് നമുക്ക് ഓർഡറിൽ എടുത്തു പോരാ കേട്ടോ. റിവിഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഓർഡറിൽ ഒന്ന് തുടങ്ങും. അതിനു മുമ്പ് നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ടോപ്പിക്സ്, ഇപ്പൊ ഇത് എങ്ങനെ പറയാൻ കാരണം, പല ആൾക്കാരും അല്ലെ ഇന്റർവ്യൂല് പറഞ്ഞു അല്ലെ റിവിഷൻ ഒക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അല്ലെ, അച്ഛനൊക്കെ പറഞ്ഞു ഏകദേശം കഴിയാറായി അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇതാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചോദിച്ചു നോക്കുക, നോട്ട് ചെയ്ത് നോക്കുക. അല്ല ആ മനസ്സിലാവാത്ത ക്വസ്റ്റ്യനുമ ഇരിക്കണ്ട കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അങ്ങനെയാണെങ്കിലും മാറ്റി വെക്കാം, കുഴപ്പമൊന്നുമില്ല. ആ കണ്ടന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ വൈറ്റമിൻ, പ്രോട്ടീൻ മൂന്നെണ്ണം ഉള്ളു, DNA ആൻഡ് RNA. അതിലേതാണ്? അല്ലാത്തതല്ല അല്ലെ, അത് എന്ന് നോക്കാം, എത്തിക്കാം. അപ്പോ നമുക്ക് ആദ്യം നോമൻക്ലേച്ചറിൽ നിന്ന് തന്നെ തുടങ്ങാം. കോർഡിനേഷൻ കോമ്പൗണ്ട് എല്ലാവരും എഴുതി. നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്, നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. നോമൻക്ലേച്ചർ കിട്ടുന്നതിന് മുമ്പ് ആ ചാപ്റ്ററിൽ ഒരു വർക്ക് നമ്മൾ ചെയ്തിരുന്നു. അത് ചെയ്യാതെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓർമ്മയുണ്ടോ? ലിഗൻസിന്റെ പേരുകൾ ആകെ എത്രണ്ണം നമ്മൾ അതൊന്നും എടുത്തേ, ആ നോട്ട് എടുത്ത് അറിയില്ല. ലിഗൻസിന്റെ എടുത്തു. ലിഗൻസിന്റെ പേരുകളൊന്ന് പ്രാക്ടീസ് ചെയ്യണം, അതർവൈസ് ഇതിലേക്ക് കയറിയിട്ട് കാര്യമില്ല കേട്ടോ. ആദ്യം ഓർത്തു നോക്കുക, 0 വാലൻസി ഉള്ള ലിഗൻസുകളുടെ പേരുകൾ ഏതൊക്കെയായിരുന്നു 0 വരുന്നത്? ആദ്യം എന്താ? വാട്ടർ, H2O. H2ന്റെ പേരെന്താണ്? അക്വ. അറിയാത്ത ആൾക്കാർ എഴുതണം, ഞാൻ ഇപ്പൊ ചോദിക്കും കേട്ടോ, കാരണം അല്ലാതെ ഇതിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഇതിൽ മെത്തേഡ് പഠിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ, എളുപ്പമാണ് കേട്ടോ. ബാക്കിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ എളുപ്പമാണ്. H2നെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിളിക്കണം? അക്വ കേട്ടോ. ഓക്കെ, ഇനി 0 വേറെ ആർക്കൊക്കെ ഉണ്ട്? CO നെ എന്താ വിളിക്കാം? കാർബോണിയൽ. NH3 അമീൻ, AMMINE കേട്ടോ. 3 എണ്ണമായി കേട്ടോ. കൗണ്ട് ചെയ്യണം കേട്ടോ, കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യണം. പിന്നെന്താണ്? EN അല്ലെ, 0 ആണ്. അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 0 ആണ്. അത് ഡൈഡന്റേറ്റ് ആണ് ആക്ച്വലി, പക്ഷെ അതിന്റെ വാലൻസി എന്താ? 0 കേട്ടോ. ഓക്കെ,
ഇന്റെ പേരെന്തായിരുന്നു? ഈഥേൻ 1,2 ഡയമീൻ. ഈഥേൻ 1,2 ഡയമീൻ. 4 പേരുകൾ. ക്ലിയർ ആണോ? പഠിച്ചത് ക്ലിയർ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് പോയാൽ മതി. 4 പേരുകൾ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഒന്ന് പറഞ്ഞേ. NH3 അമീൻ. സോറി, ആദ്യം H2O അക്വ. പിന്നെന്തായിരുന്നു? CO കാർബോണിയൽ. NH3 അമീൻ. EN ഈഥേൻ 1,2 ഡയമീൻ. ക്ലിയർ ആണോ? 4 അല്ലെ? ഓക്കെ, മിനിമം. അതിലേക്ക് വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആഡ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് പോവാം. മെയിൻ ഫ്രെയിമിലുള്ള ആൾക്കാരെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടണം. ഇത് കഴിഞ്ഞാൽ നമുക്ക് -1 വരുന്ന ആൾക്കാരാണ്? ക്ലോറിൻ. ക്ലോറിനെ നമ്മൾ വിളിക്കുന്നത് ക്ലോറിഡോ. അപ്പൊ ബ്രോമിൻ വന്നാൽ ബ്രോമിഡോ, അയഡിൻ വന്നാൽ ഐഡിഡോ കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ അത് അവിടെ തീർന്നു. പിന്നെ വരുന്നത് എന്തായിരുന്നു? CN മൈനസ് എന്തായിരിക്കും? സയനറ്റോ. CN മൈനസ് എന്തായിരിക്കും? സയനറ്റോ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്തായിരുന്നു? സൈനറ്റോ ഉണ്ട്, സൈനിഡോ ഉണ്ട്. രണ്ടും റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന എക്സസൈസിൽ സൈനറ്റോ ആണ്. അന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കാം. പിന്നെന്തായിരുന്നു? CN പറയുമ്പോ തന്നെ നമുക്ക് എന്ത് പഠിക്കാം? SCN. അത് SCN അല്ലേ ഉദ്ദേശിച്ചത്? NC എന്ന് പറഞ്ഞാൽ ഐസോസൈനൈഡ് കേട്ടോ. എന്താ വരുന്ന? ഐസോസൈനൈഡ്. അപ്പോ ഐസോസൈനറ്റോ എന്ന് പറയും. അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് അടുത്ത് എന്തായിരിക്കും? NCS ഉണ്ട് അല്ലെ? NCSന് തയോസൈനറ്റോ. N ആണെങ്കിൽ N കൊടുക്കണം. തയോസൈനറ്റോ S ആണെങ്കിൽ S ഒന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം. അത് ഡൗട്ട് ആർക്കെങ്കിലും വരാൻ ചാൻ. അമ്പിഡൻ ലിഗൻഡുകളാണ്. SCN പേരെന്തായിരുന്നു? തയോസൈനറ്റോ. കഴിഞ്ഞിട്ട് ഒരു S ആണ് ഇവിടെ ഡോണർ ആറ്റം. NCS അപ്പൊ എന്തായിരിക്കും? തയോസൈനറ്റോ. ആരാണ് ഡോണർ ആറ്റം? ക്യാപിറ്റൽ N. പിന്നെ OH മൈനസ് എന്തായിരിക്കും? ഹൈഡ്രോക്സിഡോ. അവരൊക്കെ -1 ആണ്. അപ്പൊ കുറച്ച് -1 കിട്ടി. മനസ്സിലായി? അപ്പൊ നമ്മള് എല്ലാരും കൂടി അല്ല. ആദ്യം എന്തായിരുന്നു? 0ന്റെ കുറച്ച് ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. പേരുകൾ എനിക്ക് കിട്ടും. പിന്നെ എന്തായിരുന്നു അല്ലെ? -1 വരുന്നത്. പിന്നെ NO2 എന്താ വിളിക്കാം? നൈട്രിറ്റോ കേട്ടോ. നൈട്രിറ്റോ. N ആണെങ്കിൽ ഡോണർ ആറ്റം N. ഓക്സിജൻ ആണ് ഡോണർ ആറ്റം എങ്കിൽ O. ക്ലിയർ ആണോ കേട്ടോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് -2 വരുന്ന ആൾക്കാരാണ്? CO3 2- എന്തായിരിക്കും? കാർബണേറ്റോ അല്ലെ? പിന്നെന്തായിരിക്കും? ഒരെണ്ണം കൂടി പഠിച്ചാൽ മതി. C2O4 2- C2O4 2- എന്തായിരിക്കും? ഓക്സിലേറ്റോ. C2O4 2- ഓക്സിലേറ്റോ. ഇത് ആദ്യം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതിനൊരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാവും. ഇതൊക്കെ ഓക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പോവും. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയ ആണ് നോമൻക്ലേച്ചർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഇത് പെർഫെക്റ്റ് ആവുക കേട്ടോ. അപ്പോ ആർക്കെങ്കിലും ഇത് അറിയില്ല എങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് ചോദിക്കാം. ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ ചോദിക്കും. പേരുകൾ കറക്റ്റ് ഓർഡറിൽ പറയിപ്പിക്കണം കേട്ടോ. ഓക്കെ, കറക്റ്റ് ഓർഡറിൽ ഇപ്പൊ എത്ര പറഞ്ഞു ഓർമ്മയുണ്ടോ? 4 + 4 + 2 ഏകദേശം ഒരു 10ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. 11, 12 പറഞ്ഞിട്ടുണ്ട്. 10 എങ്കിലും കിട്ടണം കേട്ടോ. 10 ആൾക്കാരുടെ പേരെങ്കിലും ഇതിൽ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എല്ലാവരും പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് കിട്ടണം എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇനി നോമൻക്ലേച്ചർ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ റൂൾ അല്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കുറെ റൂളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കോമ്പൗണ്ട് കാണുമ്പോൾ രണ്ടായിട്ട് കാറ്റഗറൈസേഷൻ ചെയ്യണം. ഒന്ന് ആനയോണിക് എൻറ്റിറ്റി, അല്ലെങ്കിൽ എന്തായിരിക്കണം? കാറ്റയോണിക് എൻറ്റിറ്റി. ആനയോണിക് എൻറ്റിറ്റി ഓർ കാറ്റയോണിക് എൻറ്റിറ്റി. അപ്പൊ ഒരു കോമ്പൗണ്ട് കണ്ടാൽ നോമൻക്ലേച്ചറിൽ ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, അത് ആനയോണിക് എൻറ്റിറ്റി ഓർ കാറ്റയോണിക് എൻറ്റിറ്റി. അപ്പോ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് തുടങ്ങാം. CONH3 6 ടൈം. ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇയാളെയാണ് Cl3. ഇത് ആനയോണിക് ആണോ കാറ്റയോണിക് ആണോ? കാറ്റയോണിക്. എന്തുകൊണ്ട് കാറ്റയോണിക് ആയി? നിങ്ങൾ ചെയ്യാം. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? കോർഡിനേഷൻ സ്ഫിയർ അല്ലെ? ഇയാളെ വിളിക്കുന്ന പേര് കൗണ്ടർ അയോൺ. ഈ കൗണ്ടർ അയോൺ മാറ്റിക്കഴിഞ്ഞാൽ കൗണ്ടർ അയോണിന്റെ ചാർജ് എന്താ? ക്ലോറിന്റെ ചാർജ് നെഗറ്റീവ്. നെഗറ്റീവ് പോയാൽ എന്താവും? പോസിറ്റീവ് അല്ലെ? നെഗറ്റീവ് പോയാൽ പോസിറ്റീവ്. അപ്പൊ 3 ക്ലോറിന് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ ചാർജ് എന്തായിരിക്കും? 3+. ഇതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? ഇതിനെന്ത് വിളിക്കും? കാറ്റയോണിക്. അപ്പോ ഇവിടെ ഓർത്തു വെക്കുക, ഇതാണ് കാറ്റയോണിക് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. കാറ്റയോണിക്. അപ്പോ കാറ്റയോണിക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞിട്ടായിരിക്കും, ഇത് കോർഡിനേഷൻ സ്ഫിയർ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്? കൗണ്ടർ അയോൺ. അല്ലെങ്കിൽ എന്തായിരിക്കും?
ഫ്രണ്ടിലായിരിക്കും കേട്ടോ. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു ഐഡിയ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഇതാണ് ആക്ച്വലി വരുന്നത്. ഇനി ആനയോണിക് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ആനയോണിക് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. ആനയോണിക്. പൊട്ടാസ്യം ചാർജ് എത്രയായിരുന്നു? +1 അല്ലേ? +1 റിമൂവ് ചെയ്താൽ എന്ത് കിട്ടും? -3. അപ്പോ ഒന്നല്ലെങ്കിൽ -3 തരും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഇതുപോലെ വരും. അപ്പൊ ആദ്യം നിങ്ങൾ നോമൻക്ലേച്ചർ ചെയ്യുന്നതിന് മുമ്പ് കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. കാറ്റയോണിക് ഒരു റൂളും ആനയോണിക്കിന് ഒരു റൂളും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മൾ തുടങ്ങുകയാണ്. ആദ്യത്തെ ഒരെണ്ണം മര്യാദക്ക് പറഞ്ഞുതരും, ബാക്കിയൊക്കെ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, കാറ്റയോണിക്കിന്റെ റൂളാണ്. കാറ്റയോണിക് വന്നു കഴിഞ്ഞാൽ ആദ്യം ലിഗൻഡിന് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ലിഗൻഡിന്റെ പേര് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഗൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ലിഗൻസ് ഒരെണ്ണേ ഉള്ളൂ ഇതിനകത്ത്, കുറെ ലിഗൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. ലിഗൻസുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് ആരായിരിക്കണം? സെൻട്രൽ മെറ്റൽ ആറ്റം. അത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം നമ്മൾ പറയും, റോമൻ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ കൗണ്ടർ അയൺ. ഇതാണ് റൂൾ കേട്ടോ. റൂൾ എന്ന് പറഞ്ഞേ, ലിഗൻഡ്, അത് കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റം, ഓക്സിഡേഷൻ നമ്പർ, ഇതാണ് എന്തിന്റെ റൂള്? കാറ്റയോണിക് കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കണം ക്ലിയർ ആയിട്ട്, ഈ ഓർഡർ. അങ്ങനെയാണെങ്കിൽ NH3 പേര് എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്? ക്രിസ്റ്റൻ, അമീൻ. 2 M കൊടുക്കണം അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ 6 വന്നാൽ എന്തായിരിക്കും? ഹെക്സ. അപ്പൊ എങ്ങനെ പേര് തുടങ്ങും അല്ലെ? ഹെക്സ അല്ലെ? ഹെക്സ അമീൻ, AMMINE, ഹെക്സ അമീൻ. പിന്നെന്ത് വരും? ഇവിടെ ശ്രദ്ധിക്കുക, ഹെക്സ അമീൻ കഴിഞ്ഞാൽ പിന്നെന്ത് വരും അല്ലെ? കൊബാൾട്ട്. അല്ലെ? നെക്സ്റ്റ്, കാരണം ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഒരേ എലമെന്റ് ഇട്ടത് കേട്ടോ. ഓക്കെ, കൊബാൾട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് പറയണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയണം അല്ലെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ പറയാം? നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ പറയാം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ? ഇവിടെ X ഇട്ട് കൊടുക്കണം. പിന്നെ എന്തായിരിക്കും? NH3യുടെ ചാർജ് എത്രയായിരുന്നു? 0 ആണ്. NH3യുടെ ചാർജ് 0 ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈക്വൽ ടു കേട്ടോ. ഈ ക്ലോറിനെ റിമൂവ് ചെയ്താൽ എന്തായിരിക്കും ചാർജ്? +3. അതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. X എന്ന് പറഞ്ഞ X നമ്മൾ പറഞ്ഞപ്പോ വാല്യൂ പഠിപ്പിച്ചില്ലേ? NH3യുടെ ചാർജ് എത്രയായിരുന്നു എന്നാ പഠിപ്പിച്ചേ? 0. 0യിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞേ? 0യിൽ ആരൊക്കെ വന്നു? അക്വ, കാർബോണിയൽ, NH3, പിന്നെന്തായിരുന്നു? EN കണ്ടോ? ഇവരൊക്കെ വന്നാൽ എത്രയാ ചാർജ്? 0. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പഠിപ്പിച്ചത്. അറ്റ്ലീസ്റ്റ് ഇത് അറിയില്ലെങ്കിൽ ഇവിടുന്ന് 0 വന്നു എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ 0 × 6 0. ഇത് Cl-നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന വാല്യൂ ആണ് അല്ലെ? 3. അപ്പൊ X = 3 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കും? 3. ഇനി ക്ലോറിൻ 3 വന്നാലും 2 വന്നാലും ഒരെണ്ണം വന്നാലും എന്ത് കൊടുക്കണം? ക്ലോറൈഡ്. എന്താ വിളിക്കണ്ടേ? ക്ലോറൈഡ്. അപ്പൊ 3 വന്നാലും 2 വന്നാലും ഒരെണ്ണം വന്നാലും എന്ത് കൊടുക്കണം? ക്ലോറൈഡ് കേട്ടോ. ഓക്കെ, ക്ലോറൈഡ്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. അതിന്റെ ചാർജ് ആണോ? പോളിഡെന്റേറ്റ് കേട്ടോ. EDTA ഒന്ന് ഓർത്തേ. EDTA, എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. ഡെൻസിറ്റി എത്രയാണ്? ഹെക്സാഡെന്റേറ്റ്. എത്രയാ? 6. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞല്ലേ യൂണിഡെന്റേറ്റ് ആരൊക്കെയാ? NH3, H2O. ഒരു ഡോണർ ആറ്റം വന്നാൽ യൂണിഡെന്റേറ്റ്. 2 ഡോണർ ആറ്റം വരുന്നതിന് ഡൈഡെന്റേറ്റ്. 2 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഏതാ? ഓക്സിലേറ്റോ, C2O4 ചാർജ് അല്ല. ഡൈഡെന്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡോണർ ആറ്റം. ഓക്സിലേറ്റോ C2O4 പിന്നെന്താ? EN, ഈഥേൻ 1,2 ഡയമീനും. ഇതാണ് ഡൈഡെന്റേറ്റ്. പോളിഡെന്റേറ്റിൽ ഒരു എക്സാമ്പിളേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അതാണ് ഇയാൾ ചോദിച്ച ഹെക്സാഡെന്റേറ്റ് കേട്ടോ. ഏതായിരുന്നു? EDTA. പോളിഡെന്റേറ്റ് എന്ന് പറയുമ്പോൾ
അതിന്റെ ഡെൻസിറ്റി എത്ര ഡോണർ ആറ്റം ഉണ്ട് അവിടെ? 6. ഹെക്സാ മീൻസ് 6 ഡോണർ ആറ്റം ഉള്ളതാണ്. അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അതിന്റെ ചാർജ് എത്രയായിരിക്കും? ചാർജ് എത്രയായിരിക്കും? അയാൾ ആ ചോദിച്ച സമയത്ത് ആണ് ചാർജ് അങ്ങനെ ഇന്നവരെ വന്നിട്ടില്ല. അന്ന് ചാർജ് വന്നാൽ എന്തായിരിക്കും? ആ പിക്ചർ വരച്ചേക്കുന്ന ആൾക്കാർക്ക് കിട്ടും. ആരെങ്കിലും പറ. ആ പറഞ്ഞു, ശരിയാ, -4 കേട്ടോ. ഓക്കെ, 4 എന്ന് പറഞ്ഞു വരയ്ക്കോ. എന്തായിരിക്കണം? -4 കേട്ടോ. -4 ആവാൻ കാരണം എന്താ? ടെട്രാസെറ്റേറ്റ് കേട്ടോ. CH3 CH2 COO -4 വരുന്നുണ്ട് അവിടെ അതിന്റെ ഷേപ്പില് കേട്ടോ. അതുകൊണ്ടാണ് അതിന്റെ ചാർജ് -4 കേട്ടോ. നമ്മളിപ്പോ പറയുന്ന ചാർജ് ആയിരുന്നു കേട്ടോ. ശ്രദ്ധിക്കുക, എന്തൊക്കെയുണ്ട്? യൂണിറ്റിന്റെ എന്നൊക്കെ പറഞ്ഞ ഡോണർ ആറ്റം ആണ് ആക്ച്വലി ഡെൻസിറ്റി. നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ചാർജ് ആണ് കേട്ടോ, ചാർജ്. അപ്പൊ ഈ റൂളാണ് ഇവിടെ വരുന്നത്. ഇനി നോക്കാം, ആനിയോണിക്കിനാണെങ്കിൽ എന്ത് വരും? ആനിയോണിക്കിന്റെ റൂൾ എന്തായിരിക്കും? ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? കൗണ്ടർ അയോൺ. കൗണ്ടർ അയോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൊട്ടാസ്യം അല്ലെ. ഒരെണ്ണം വന്നാലും 2 എണ്ണം വന്നാലും 3 എണ്ണം വന്നാലും എന്ത് പറഞ്ഞാൽ മതി? പൊട്ടാസ്യം. തുടങ്ങിക്കോ, എഴുതിക്കോ. പൊട്ടാസ്യം കേട്ടോ, പൊട്ടാസ്യം. അത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ്. എന്തായിരിക്കും? ലിഗൻഡ്. ലിഗൻഡിന്റെ എത്ര എണ്ണം വന്നിട്ടുണ്ട്? അപ്പൊ എന്തായിരിക്കും? ഹെക്സാ സയനറ്റോ എന്ത് വരും? ഇല്ല, കൊബാൾട്ട് ഇട്ട് കൊടുക്കുന്നത്. കൊബാൾട്ടേറ്റ്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ കൊബാൾട്ടിന്റെ അവിടെ ഇതുണ്ട്, ഇവിടെ കൊബാൾട്ട് ആണ്. ആ കൊബാൾട്ടിന്റെ ഒപ്പം AT കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ? AT, അല്ലെങ്കിൽ ഒറ്റ മാർക്ക് കിട്ടില്ല. കൊബാൾട്ടേറ്റ്. അപ്പൊ ഇവിടെ ഓർത്ത് നോക്കുക, പൊട്ടാസ്യം ഹെക്സാ സയനറ്റോ, പൊട്ടാസ്യം ഹെക്സാ സയനറ്റോ കൊബാൾട്ടേറ്റ് കേട്ടോ. കൊബാൾട്ടേറ്റ് ATE. ശ്രദ്ധിക്കുക, ഈ AT ഇല്ലെങ്കിൽ ഒറ്റ മാർക്കും തരൂല. കൊബാൾട്ടേറ്റ്. ഇനി ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടെത്തേ, ഒന്ന് പറഞ്ഞേ. നമുക്ക് നോക്കാം. എക്സ് സയനൈഡിന്റെ ചാർജ് എത്രയാണ്? -1. സയനൈഡ് എത്രയായിരുന്നു? -1. അപ്പൊ -1 ആൾക്കാരുടെ പേര് പറഞ്ഞേ. OH -1, CN -1, SCN -1, NCS അല്ലെ. പിന്നെന്തായിരുന്നു? NO3 -1 ഉണ്ടോ? അപ്പൊ മൈനസിന്റെ ആൾക്കാരൊക്കെ കിട്ടി നമുക്ക്. അപ്പൊ എക്സ്, പിന്നെ ഇവിടെ എന്ത് കൊടുക്കും അല്ലെ? CN മൈനസ് അല്ലെ. ഇവിടെ എന്ത് വരും? -6. ഡൗട്ട് ഉണ്ടോ? -1 × 6 -6 ഈക്വൽ ടു അല്ലെ. ഈക്വൽ ടു എത്ര വരും? ആരും പറയരുത്. ഈക്വൽ ടു -3. കാരണം എന്താ? പൊട്ടാസ്യത്തിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് റിമൂവ് ചെയ്താൽ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? -3. അപ്പൊ ഇതാണ് -3. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കണം കേട്ടോ. -3. അപ്പൊ എത്ര കിട്ടും വാല്യൂ? 3 കേട്ടോ. ഡൗട്ട് ഇല്ല. 6 വെക്കുക. 6 - 3 അപ്പൊ 3 കിട്ടും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? റോമൻ ലെറ്ററില് 3 കേട്ടോ. ഇതിന്റെ പേരൊന്ന് പറയാം. പൊട്ടാസ്യം ഹെക്സാ സയനറ്റോ കൊബാൾട്ടേറ്റ് 3. കൊബാൾട്ടേറ്റ് 3 കേട്ടോ. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന റൂള്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കില് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതെല്ലാം കറക്റ്റ് ഓർഡറിൽ ഒന്ന് ക്ലിയർ ചെയ്ത് ചെയ്തു പോകണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസുകൾ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്ക് തന്നേക്കാൾ വേറെ എടുത്തു. ആ നോമൻക്ലേച്ചറിന്റെ താഴെ വരുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഗൂഗിളിൽ ചോദിച്ചോ. ഏതാ? ഇത് പഠിക്കുക. ഇത് കഴിയട്ടെ, എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണോ? ഇത് പഠിച്ചു കേട്ടോ. ആ സമയത്ത് അത് ആലോചിക്കല്ലേ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വായിക്കേ. ഇല്ല, ആ നോമൻക്ലേച്ചർ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കും. നേരെ തിരിച്ച് ആൻസർ വായിച്ചാൽ മതി. ഇത് വായിക്കേ. സൊല്യൂഷൻ CONH3 NH3 4 times H2O Cl. പിന്നെന്തായിരുന്നു? പുറത്ത് Cl2 കേട്ടോ. ഓർത്ത് നോക്കാം. ഞാനിതേ പറയുന്നത് എക്സാമ്പിൾ ഏതായിരുന്നു എന്ന് പറഞ്ഞ എക്സാമ്പിളില് 9.2 എന്ന് പറയുമ്പോ കേട്ടോ. ഓർത്ത് നോക്കാം. 5.2 കേട്ടോ. ഓക്കെ, 5.2 എന്ന് പറയുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സൊല്യൂഷൻ ആയി എഴുതിയേക്കുന്നത്. അവര്
എന്ത് ചെയ്തു, ഇതുപോലെ തന്നിട്ട് സൊല്യൂഷൻ ആക്കിയാ വെച്ചേക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ പറയുമ്പോ എങ്ങനെ പറയും, ഇവിടെ നിന്നിട്ട് തുടങ്ങിക്കും. ആദ്യം എന്ത് ചെയ്യണം, ഇത് ഏതാണ്, ആനിയോണിക് ആണോ കാറ്റയോണിക് ആണോ? എന്തുകൊണ്ട് കാറ്റയോണിക്? ഒന്നല്ലെങ്കിൽ CL ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ CL റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്ത് ചാർജ് വരും, പ്ലസ് വരും. ഓക്കെ, ഇനി എവിടെ നിന്ന് തുടങ്ങും, ഇതില് NH3 ഉണ്ട്, H2 ഉണ്ട്, CL ഉണ്ട്. അക്വ ആണ് H2O, NH3 അമീൻ ആണ്, ക്ലോറിൻ CL ആണ് അല്ലെ. ഓക്കെ, ക്ലോറിൻ ആണ്. ഇവിടെ നിന്ന് തുടങ്ങേണ്ടത് എന്തായിരിക്കും, അക്വ ആണോ അമീൻ ആണോ? ആൽഫബറ്റിക് റൂൾ അനുസരിച്ച് കേട്ടോ, ആൽഫബറ്റിക് റൂളിൽ 2A വരുന്നുണ്ട് അല്ലെ, അക്വ ഉണ്ട് അമീൻ ഉണ്ട് അല്ലെ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ തുടങ്ങണം അമീൻ. എന്തുകൊണ്ടാ? ആൽഫബറ്റിക് റൂളില് AM അല്ലെ, അത് കഴിഞ്ഞിട്ട് AQ അല്ലെ. അപ്പോ എന്ത് തുടങ്ങും പറഞ്ഞോ? വേഗം എഴുതി പോവോ എല്ലാവരും. ടെട്രാ അമീൻ, ഗ്യാപ്പ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. ടെട്രാ അമീൻ, ടെട്രാ അമീൻ. പിന്നെന്ത് വരും എഴുതിക്കോ, അക്വ, ക്ലോറിഡോ, അത് കഴിഞ്ഞിട്ട് എന്ത് വരും, കൊബാൾട്ട്. കൊബാൾട്ട്. ടെട്രാ, ടെട്രാ എന്ന് പറഞ്ഞാൽ എത്രയാ, 4 കേട്ടോ. NH3 4 ടൈം ഇവിടെ കയറിയിരുന്നു, കാണാം അടുത്ത് ദൂരെ. NH3 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടെട്രാ അമീൻ. H2 എന്നാൽ എന്തായിരിക്കും, അക്വ. CL വരുമ്പോൾ എന്തായിരിക്കും, ക്ലോറിഡോ. ഇത് ഒരുമിച്ചായിരിക്കണം കേട്ടോ, ഗ്യാപ്പ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. ക്ലോറിഡോ. അത് കഴിഞ്ഞിട്ട് എന്ത് വരും, അത് കഴിഞ്ഞിട്ട് എന്ത് വരും, കൊബാൾട്ടേറ്റ് വരും. കൊബാൾട്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് കൊബാൾട്ട്, അത് കഴിഞ്ഞിട്ട് കൊബാൾട്ട്. ഓക്കെ ആണോ? ദെൻ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടെത്തും? കൊബാൾട്ടിന് എന്ത് കൊടുക്കണം, X. NH3 ചാർജ് എത്രയാ, NH3 0. H2 എത്രയാ, 0. ക്ലോറിൻ എത്രയാ, -1. ഈക്വൽ ടു എന്ത് വരും, ക്ലോറിന് റിമൂവ് ചെയ്താൽ എന്ത് വരും, -2. +2. ക്ലോറിന് റിമൂവ് ചെയ്യുമ്പോ +2. അങ്ങനെയാവുമ്പോ എന്ത് വരും, X പുറത്തേക്ക് പോയാ എന്ത് വരും, 3 ഉണ്ടോ. കൊബാൾട്ടിന് മിക്കപ്പോഴും 3 തന്നെയാ വരിക, കൊബാൾട്ടിന് 3. അപ്പൊ റോമൻ ലെറ്ററിൽ 3 എന്ന് എഴുതാ. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം, ക്ലോറൈഡ്. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം, ക്ലോറൈഡ്. 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 അപ്പൊ ഈ മെത്തേഡ് ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ അതിന്റെ പേരുകളാണ്. ഇനി ആകെ കൂടി ഇതിൽ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരാളുള്ളൂ, ഇയന്റെ കേസ്. ഇയൻ 2 എണ്ണം വന്നാൽ എന്ത് വിളിക്കും? ഇപ്പൊ ഇവിടെ 2 എണ്ണം വന്നാൽ ഡൈ എന്നാണ് വിളിക്കുക, 3 എണ്ണം വന്നാൽ ട്രൈ. ഇയൻ 2 എണ്ണം വന്നാൽ എന്തായിരിക്കും, ബിസ്. BIS എന്ന് കൊടുക്കണം. ഇയൻ മാത്രം 2 ടൈം വന്നാൽ എന്ത് കൊടുക്കണം, ബിസ്. 3 വന്നാൽ എന്ത് കൊടുക്കും, ട്രസ്. 4 വന്നാൽ ടെട്രാക്കിസ്. 4 വന്നാൽ എന്ത് കൊടുക്കണം, ടെട്രാക്കിസ്. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇയന്റെ കേസ് മാത്രം നോർത്ത് നോക്കുക. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, എന്തായിരുന്നു, PPH3 ട്രൈഫിനൈൽ ഫോസ്ഫൈൻ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് അങ്ങനെ ഇന്നേ വരെ വന്നിട്ടില്ല ബോർഡില്. വേണമെങ്കിൽ അത് ആ എക്സാമ്പിൾ റൂളില്ലേ, റൂളിൽ ട്രിസ് എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ താഴെ കിടപ്പുണ്ട് ഈ സാധനം, PPH3. ആ റൂളിന്റെ അവിടെ കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേ, ഏതാണ് ആ റൂളിന്റെ അവിടെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. പേജ് നമ്പർ കണ്ടില്ലേ, റൂൾ 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 കണ്ടോ, ഒരു PPH3 കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇവിടെ മാത്രമാണ് നമ്മൾ വന്നേക്കുന്നത് കണ്ടോ. ഓക്കെ, എന്റെ പേരെന്നൊന്ന് വായിച്ചേ, ട്രൈഫിനൈൽ ഫോസ്ഫീൻ കേട്ടോ. ഓക്കെ, ട്രൈഫിനൈൽ ഫോസ്ഫീൻ. ഫോസ്ഫീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫോസ്ഫീൻ ഡിലീറ്റഡ് ആയി പോയി കേട്ടോ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാപ്റ്റർ ആയിരുന്നു P ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. അതിലായിരുന്നു വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോജിക്കും ഇല്ലാതെ 158 ഇക്വേഷൻസ് കാണാതെ പഠിക്കേണ്ടി വരും. അതിന്റെ ബാലൻസിങ് ഒക്കെ 48 HNO3 ഒക്കെ ആയിരിക്കും ബാലൻസ് ചെയ്ത് വരിക. തനിയെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല, വെറുതെ കാണാതെ പഠിക്കേണ്ടി വരും. യാതൊരു ലോജിക്കില്ല. അതിലുണ്ടായിരുന്ന ഒരാളാണ് ഫോസ്ഫൈൻ. ആ ചാപ്റ്റർ ആയിരുന്നു ഏറ്റവും വലിയ ചാപ്റ്റർ. അത് ഡിലീറ്റഡ് ആയി പോയി. നമുക്ക് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്. എത്രയാണ്, ഏകദേശം 158 ഇക്വേഷൻസ് കാണാതെ പഠിക്കുക എന്നുള്ളത്. അല്ലാതെ കെമിസ്ട്രിയിൽ അറിയാലോ, അത് ലോജിക്കില്ല, അതിനെ കാണാതെ അങ്ങനെയുള്ളതായിരുന്നു. ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആക്കി കേട്ടോ. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് P ബ്ലോക്ക് എന്നുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുണ്ടാവും, S ബ്ലോക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആകെ കൂടി ഒരു ബ്ലോക്ക് ഉള്ളൂ ഇപ്പൊ, ഏതാണ്, D ബ്ലോക്ക് കേട്ടോ. ഓക്കെ, D and F ഒരു ചാപ്റ്റർ അല്ലേ, എളുപ്പമാണ്, അതായത് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ. ഓക്കെ, എനിവേ അതിൽ കണ്ടമാന ഇക്വേഷൻസ് കാണാനുണ്ട്. അതിലുണ്ടായിരുന്നതാണ് ഫോസ്ഫൈൻ. PH3 ഇന ഓർക്കേണ്ടത് PH3 കേട്ടോ, ട്രൈഫിനൈൽ ഫോസ്ഫൈൻ എന്നാണ്. PH3 എന്ന് പറഞ്ഞാൽ ഒരു 5-6 ദിവസം ചീഞ്ഞ മീനിന്റെ മണം, അതായിരിക്കും
അത് തുറന്നു കഴിഞ്ഞാൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഹൈലി പോയിസണസും ആയിട്ടുള്ള ഒക്കെ ഒരു ഇതാണ്. ആക്ച്വലി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഓക്കെ, ഫോസ്ഫൈൻ. അതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. ആ ഇ എൻ വരുന്ന ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഇ എൻ ഏതായാലും പറഞ്ഞു. സിഒ സിഎൽ ട്വൈസ് ഇ എൻ ട്വൈസ്. ചാർജ് ഇല്ലേ പുറത്ത്? പ്ലസ് പ്ലസ് ഇങ്ങനെ ചാർജ് ഉണ്ട്, അതുകൊണ്ടാണ് കാറ്റയോണിക് കേട്ടോ. അതുകൊണ്ട് ആനയോണിക്കിന്റെ രണ്ടെണ്ണം കൂടി ചെയ്താൽ ബാലൻസിങ് ആവും. എന്തായിരിക്കും എന്റെ പേര്? എന്തായിരിക്കും ഇതിന്റെ പേര്? ആദ്യം തുടങ്ങേണ്ടത് ഡൈക്ലോറോ കേട്ടോ. ഡൈക്ലോറോ സാധാരണ തുടങ്ങുന്ന പോലെ കേട്ടോ. വേഗം എഴുതിപ്പോ ഡൈക്ലോറോ. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? അത് കഴിഞ്ഞിട്ട് കാര്യം ശ്രദ്ധിക്കുക, EN2 വന്നാൽ എന്ത് കൊടുക്കണം? ബിസ് കേട്ടോ. ഓർത്ത് നോക്കാം, ബിസ്. ഇത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റില് അതിന്റെ ഫുൾ പേര് കൊടുക്കണം. എന്തായിരിക്കും? ഈഥേൻ 1,2 ഡയമീൻ. ഈഥേൻ 1,2 ഡൈഅമീൻ. ബിസ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കൊടുത്താലും മതി, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താലും മതി. ഇനി എന്ത് വരും? പറയേ. കൊബാൾട്ട്. ഓക്സിഡേഷൻ നമ്പർ എത്രയാ? കൊബാൾട്ടിന് എന്തായിരുന്നു? 3 കിട്ടും. എങ്ങനെ കിട്ടുന്നത്? എക്സ് ക്ലോറിന്റെ ചാർജ് പറഞ്ഞേ. ക്ലോറിന്റെ ചാർജ് -2. ഇന്റെ ചാർജ് 0 ഈക്വൽ ടു +1. -2 ഈക്വൽസ് അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? +3 ആകും അല്ലെ. ഇത് ഈക്വൽസ് അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ +1 +3 കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? Cobalt Cl2En twice. Dichlorobis ethane 1,2 diamine. ചോദിച്ചോ. ഡൗട്ട് ക്ലിയറൻസ് ചെയ്തു പോകുന്ന ചോദിക്കുന്നത് എന്താണ്? ഇന്റെ ചാർജ് എത്രയായിരിക്കും? EN എന്തിലാ ഇട്ടത് നമ്മള്? 0. EN 0 കേട്ടോ. ഓക്കെ, ഏതൊക്കെയുണ്ട് 0? പറഞ്ഞു കിട്ടില്ല, അപ്പൊ എല്ലാവരും പറയണം. ഏതായിരുന്നു? അക്വ H2O അല്ലെ. അക്വ H2O. കാർബോണിയൽ CO. പിന്നെന്തായിരുന്നു? NH3 അമീൻ അല്ലെ. പിന്നെന്തായിരുന്നു? EN ഈഥൻ 1,2 ഡയമീൻ. നമുക്ക് കോമൺ ആയിട്ടുള്ള വരുന്ന മാത്രം നോക്കിയുള്ളൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് 0 ഇട്ടത്. ചോദിച്ചത് അങ്ങ് പൊക്കോളണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വേറെ എക്സാമ്പിൾ പറഞ്ഞേ. ഒരു OH-ന്റെ ഒക്കെ ഉണ്ട്, ആ ഒരു ഇതിൽ കിടക്കുന്ന ഒരു OH-ന്റെ ഒക്കെ അല്ല, പോസിറ്റീവ് വരുന്ന ആനയോണിക്. അത് തന്നെ ആനയോണിക്. K2 സിങ്ക് OH4 അല്ല ഇത് പറഞ്ഞു. അല്ല, ഇത് ഇത്രയും പറഞ്ഞു. എന്തായിരിക്കും എന്റെ പേര്? വേഗം പറഞ്ഞു എല്ലാവരും. പൊട്ടാസ്യം ടെട്രാഹൈഡ്രോക്സിഡോ സിങ്കേറ്റ് അല്ലെ. 2 കിട്ടി. നല്ല കുട്ടികള് അല്ലെ. ഇസഡിന് X കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. OH-ന് -1 × 4. -1 × 4 എത്രയാ? -4. ഇനി ഈക്വൽ ടു പൊട്ടാസ്യത്തിന് റിമൂവ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? -2 കേട്ടോ. ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണേ, പണ്ട് ഓരോ സ്ഥലത്തും പല മെത്തേഡ് കൊടുക്കും. ഈ പൊട്ടാസ്യത്തിന്റെ ചാർജ് ഇപ്പുറത്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ടൊക്കെ കിട്ടുമെന്നുള്ള രീതിയിലുണ്ട്. അങ്ങനെ കിട്ടും. പക്ഷെ അപ്പൊ പിന്നെ കുറെ നാൾ കഴിയുമ്പോ ചാർജ് പുറത്തു വരും. ചാർജ് പുറത്തു വരുന്ന സമയത്ത് സാറേ ചാർജ് വരുമ്പോ ഈ ചാർജ് എടുത്ത് അകത്തിടണോ, ഇനി അതെടുത്ത് പുറത്തിടണോ, അങ്ങനെ ഡൗട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആ ഡൗട്ട് വരില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ചാർജ്. അപ്പൊ എന്ത് വരും? എക്സ് അല്ലെ ഈക്വൽ ടു 4 - 2. എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പോ റോമൻ ലെറ്ററില് സിങ്കേറ്റ് കഴിഞ്ഞിട്ട് 2 കേട്ടോ. റോമൻ ലെറ്ററിൽ സിങ്കേറ്റ് കഴിഞ്ഞിട്ട് 2. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? മെത്തേഡ് ക്ലിയർ ആണല്ലോ. ഇനി അറ്റ്ലീസ്റ്റ് എക്സസൈസ് കാണിച്ച് ഈ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോർഡ് എക്സാമിന് വന്നേക്കുന്നത് ഈ ഒരു ഒറ്റ ഏരിയ എന്നാണ്. ഇതിൽ നിന്ന് നോമൻക്ലേച്ചർ ആയിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് മുഴുവനും കിട്ടുക.
കേട്ടോ. ആകെ കൂടി ഒരു HCgയുടെ ക്വസ്റ്റൻ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊക്കെ വരാം. HCgനെ വിളിക്കുന്ന പേരെന്താ? മെർക്കുറി കേട്ടോ. മെർക്കുറിയുടെ ചാർജ് അവർ തരും. റോമൻ ലെറ്ററിൽ മെർക്കുറിക്ക് 2 എണ്ണം ഉണ്ട്. അപ്പൊ അത് തന്നിട്ടുണ്ട്. മെർക്കുറി 1 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ. ദെൻ SCN ഉണ്ട് അവിടെ. SCNന്റെ പേരെന്താ? തയോസൈനറ്റോ S ഉണ്ടോ. ഓക്കെ, അങ്ങനെ വെച്ച് കൊടുക്കുക. ചാർജ് എത്രയായിരുന്നു? -1 കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം അല്ലെ പഠിക്കുന്ന മെത്തേഡ് ഓർത്ത് വെക്കാം. ആദ്യം നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ റിവൈൻഡ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഇതുപോലെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ആ ടോപ്പിക് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ ഗോകുല ഏതായിരുന്നു? CFT കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആളാണ് കേട്ടോ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? ജോമെട്രിക്കൽ ഐസോമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസോമേഴ്സ് ഒരുമിച്ചപ്പോ ഞാൻ ചോദിക്കും, പഠിച്ചു പോയേക്കാം. ഐസോമറിസത്തില് എത്ര ഐസോമറിസം ഉണ്ട്? ആദ്യം സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് വന്നേക്കുന്നത് സ്റ്റീരിയോ ഐസോമറിസം. അപ്പൊ സ്റ്റീരിയോ ഐസോമറിസം അണ്ടർലൈൻ ചെയ്തു. അതില് 2 ടൈപ്പ് ആണ് സ്റ്റീരിയോ ഐസോമറിസം. ഏതൊക്കെയാണ്? ഇപ്പൊ കിട്ടണം കേട്ടോ. എഴുതി വെച്ചാലും കൊള്ളാം, ഇല്ലെങ്കിൽ കൊള്ളാം. ഞാൻ ചോദിക്കുമ്പോ കേട്ടോ. ഓക്കെ, കേട്ടോ. എല്ലാവരോടും ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് എഴുതി വെക്കണം. ഇപ്പൊ ചോദിക്കുകയും ചെയ്യും. സ്റ്റീരിയോ ഐസോമറിസം 2 ടൈപ്പ് ആണ്. അതിൽ ആദ്യം വരുന്നത് ജോമെട്രിക്കൽ ഐസോമറിസം, അത് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസത്തില് എത്ര ടൈപ്പ് വരുന്നുണ്ട്? 4 എണ്ണം. സിസ്, ട്രാൻസ്, ഫേസ്, മെർ. ഒന്ന് പറഞ്ഞേ. സിസ്, ട്രാൻസ്, ഫേസ്, മെർ. സിസ്, ട്രാൻസ്, ഫേസ്, മെർ. ഇതില് നിങ്ങൾ ഓർത്തു വെക്കുക, നിങ്ങൾ സാധാരണ രീതിയിൽ പഠിക്കണ സമയത്ത് സിസ് ഐസോമർ അതിന്റെ ഒരു ഡെഫിനിഷൻ പഠിക്കും. ജോമെട്രിക്കൽ ഐസോമറിസം അതിന്റെ ഡെഫിനിഷൻ പഠിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് തരുന്നത് അവർ എക്സാമ്പിൾ തരും. എന്നിട്ട് ഐസോമറിസത്തില് ക്വസ്റ്റ്യൻസ് അത് ഏത് ഐസോമർ ആണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറയും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ആദ്യം അപ്പൊ നമ്മൾ പറയുന്നത് സിസും ട്രാൻസും ഫേസും മെറും ആണ് കേട്ടോ. ഓക്കെ, സിസും ട്രാൻസും ഫേസും മെറും. എക്സാമ്പിൾ എഴുതിയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാ. വെറുതെ ഒരു എക്സാമ്പിൾ ആണ് എഴുതുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം. സെയിം പ്ലെയിനിൽ വന്നാൽ, സെയിം ലിഗൻസ് സെയിം പ്ലെയിനിൽ വന്നാൽ അതിനെന്ത് വിളിക്കും? സിസ്. നിങ്ങൾ ഓർത്തു വെക്കുക, അഡ്ജസന്റ് ടു ഈച്ച് അതർ. എങ്ങനെയാ വരുന്നേ? സിസിന്റെ ഡെഫിനിഷൻ എന്താ? സെയിം ലിഗൻസ് അല്ലെ, സെയിം 2 ലിഗൻസ് അഡ്ജസന്റ് ടു ഈച്ച് അതർ. അങ്ങനെ വന്നാൽ അതെന്തായിരിക്കും? സിസ്. ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ വന്നാൽ എന്തായിരിക്കും? ട്രാൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് സിസ് ആണ്. അപ്പൊ ഇതിന്റെ ട്രാൻസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സെയിം ആയിട്ട് വരും. അപ്പൊ എന്തായിരിക്കും? Ni. ഇവിടെ NH3 വരും, ഇവിടെ NH3 വരും. ദെൻ ഇവിടെ Cl വരും, ഇവിടെ Cl വരും. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, സാറേ ഈ Cലും ഇവിടെ വന്നാലും എന്തായിരിക്കും? അടുത്ത് തന്നെയായിരിക്കും. അതും എന്ത് തന്നെയാണ്? സിസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തടുത്ത് വരണം. അഡ്ജസന്റ് ടു ഈച്ച് അതർ ആണെങ്കിൽ എന്തായിരുന്നു? സിസ്. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണത്. അഡ്ജസന്റ് ടു ഈച്ച് അതർ ആണെങ്കിൽ എന്തായിരിക്കും? സിസ്. എന്താ? സെയിം ലിഗൻ. അപ്പൊ എന്തായിരിക്കും കണ്ടീഷൻ? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ 2 സെയിം ലിഗൻ ഉണ്ടെങ്കിൽ, 3 എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, 4 എണ്ണം ഒരേപോലെ ആയിട്ട് കാര്യമില്ല, 2 എണ്ണം 2. ശ്രദ്ധിക്കുക, ആ 2 ഒരേപോലെ വന്നാൽ അതെന്തായിരിക്കും? സിസ് ആൻഡ് ട്രാൻസ്. അപ്പോ ടെട്രാഹൈഡ്രൽ ആയാലും ഒക്ടാഹൈഡ്രലും, ടെട്രാഹൈഡ്രൽ ആൻഡ് ഒക്ടാഹൈഡ്രൽ സെയിം ആയിട്ട് 2 ലിഗൻസ് വന്നാൽ അത് ഏത് കാറ്റഗറി വരും? സിസ് ആൻഡ് ട്രാൻസ്. അത് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പൊ തന്നെ പറയാൻ പറ്റണം സിസ് ആൻഡ് ട്രാൻസ് ആണെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഫേസ് ആൻഡ് മെർ? ഫേസിന്റെ മെറിന്റെയും ഡെഫിനിഷൻ പറഞ്ഞ ഫേസ് ഓർ ഫേഷ്യൽ. എന്തായിരുന്നു അത്? ലാസ്റ്റ് ക്ലാസ്സിൽ ആരോ ഡൗട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളാണ് അത്. ഇവിടെ അല്ലേ? ഓർത്തു. അന്ന് ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറയിപ്പിച്ചല്ലേ അല്ലെ? അതന്നെ, അതാണ് ചോദിച്ചത്. ലാസ്റ്റ് ഒരു ഡൗട്ട് ചോദിച്ചാണ്. എന്തായിരുന്നു അത്? ഒന്നും കൂടി ക്ലാരിറ്റിയിലേക്ക് പോവാ. അവിടെ പറഞ്ഞു. ശരിയാ. അതൊന്ന് ഒറ്റ വീടായിട്ട് പറ. ഇനി ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് പറയിപ്പിക്കോട്ടോ. അതിന്റെ ശ്രദ്ധിക്കുക, കാരണം ഇത് പറയാനായിട്ട് എളുപ്പമാണ്. ഇതിന്റെ എന്തായിരുന്നു? ക്ലിയർ ആണല്ലോ. 2 same ligand adjacent to each other is known as cis. 2 same ligand opposite to each other is known as trans. ക്ലാരിറ്റിയിൽ പഠിക്കുക, കുഞ്ഞു വേർഡ് ഷാർപ്പാക്കുക, എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെയാ ചെയ്യേണ്ടത്. ഇനി ഫേസും
മെറും. അതിൽ ഫേഷ്യൽ ഐസോമറിസം പറയുമ്പോ എങ്ങനെയാ? ത്രീ സെയിം ലിഗൻ ഇൻ ആൻ ആദ്യം പറയാ ഇൻ ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, ത്രീ സെയിം ഡോണർ ആറ്റം അല്ലെങ്കിൽ ത്രീ സെയിം ലിഗൻ പ്രസന്റ് അഡ്ജസന്റ് കോർണർ ഓഫ് ആൻ ഒക്ടാഹെഡ്രൻ. ആ വേർഡ് റിപ്പീറ്റ് ചെയ്തേ, അഡ്ജസന്റ് കോർണർ ഓഫ് ആൻ ഒക്ടാഹെഡ്രൻ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തേ, പറയേ. അഡ്ജസന്റ് കോർണർ ഓഫ് ആൻ ഒക്ടാഹെഡ്രൻ. ഒന്നുകൂടി പറഞ്ഞേ, അഡ്ജസന്റ് കോർണർ ഓഫ് ആൻ ഒക്ടാഹെഡ്രൻ. അഡ്ജസന്റ് കോർണർ ഓഫ് ആൻ ഒക്ടാഹെഡ്രൻ. ഇവിടെ നോക്കാം, ഇവിടെ ഒരു NH3 ഉണ്ട്, ഇവിടെ ഒരു NH3 ഉണ്ട്, ഇവിടെ ഒരു NH3 ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാം, ഇത് 3D ഓർത്ത് വെക്കേണ്ടത് അല്ലെ. 3D എന്ന് പറയുമ്പോ ഈ ബുക്ക് എന്റെ പ്ലെയിനിൽ ഇവിടെയാണ് കൊബാൾട്ട് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ കൊബാൾട്ട് കാണാൻ പറ്റണോട്ടോ. കൊബാൾട്ട് ഇങ്ങനെ വെച്ചു. ഈ കോർണേഴ്സിൽ ഇവിടെ നോക്കിയേ, ഇവിടെ NH3, ഇവിടെ NH3, ഇവിടെ ഒരു NH3. അപ്പൊ ഒരു കോർണർ കിട്ടിയില്ല, ട്രയാങ്കിൾ. അതിങ്ങനെ തിരിച്ചു വെച്ചാലും ഈ സൈഡിലാണ് കാണുന്നത്. കണ്ടോ, ഓക്കെ. അപ്പൊ ഇങ്ങനെ ചരിച്ചു വെച്ചേക്കാണ് ഞാൻ. ഇവിടെ ഒരു NH3 ഉണ്ട്, ഇവിടെ ഒരു NH3, ഇവിടെ ഒരു കോർണർ വന്നു, ഒരു ട്രയാങ്കിൾ പോലെ വന്നു. അങ്ങനെ വന്നാൽ അതെന്തായിരിക്കും? ഫേഷ്യൽ ഓർ ഫേസ്, FAC. കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ഡെഫിനിഷൻ ആണ് പഠിച്ചു വെച്ചേക്കുന്നത്, FAC കേട്ടോ. അതിന്റെ ഫുൾ ഫോം ആണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഇനി വേറെ കോമ്പൗണ്ടുകളായിരിക്കാൻ വരുന്നത്. ഇവിടെ NO2 ടെക്സ്റ്റ് എക്സാമ്പിൾ NO2 ഉണ്ട്. വേറെ കോമ്പൗണ്ട് ഒക്കെ കൊടുക്കുക ലിഗൻസ്. അത് കറക്റ്റ് ആക്കണം എന്ന് മാത്രം. അപ്പോ ഇതുകൊണ്ട് ഈ ഒരു കോർണറിൽ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് FAC. ഇങ്ങനെ അല്ലാതെ എറൗണ്ട് ദ മെറിഡിയൻ വന്നാൽ, എറൗണ്ട് ദ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരക്കാൻ പാടില്ല. ഇത് ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ NH3 ഇല്ലേ, ഈ NH3 എടുത്തിട്ട് നിങ്ങൾ ഇവിടെ വല്ലതും കൊടുക്കുക, ഈ NO2 മുകളിലേക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെ വന്നാൽ എങ്ങനെയും 3D വരില്ല. അല്ലാതെ ഇപ്പൊ ഇയാള് ഇഷ്ടമായില്ല, ഈ NH3 എടുത്ത് ഇവിടെ കൊടുത്തു, അപ്പൊ ബാക്കിലൊരു കോർണറിൽ വരും. ഈ NH3 എടുത്തിട്ട് ഇവിടെ കൊടുത്തു, അങ്ങനെ വന്നാൽ ഫ്രണ്ടില് ഒരു കോർണറിൽ അത് വരും. മനസ്സിലായി? 3D ആണ് ആലോചിക്കേണ്ടത്. അപ്പോ അഡ്ജസന്റ് കോർണേഴ്സ് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ NH3 മാറ്റിയിട്ട് ഇവിടെ ഒരു NO2 കൊടുക്കുക. കണ്ടോ, ഒരേപോലത്തെ ലിഗന്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്താവും? മെറിഡിയൻ ആകും. എന്താവും? മെറിഡിയൻ. അപ്പോ ഇതിന്റെ ഡെഫിനിഷൻ ഓർത്തു വെക്കുക. എങ്ങനെയായിരുന്നു? 3 എന്ന് പറഞ്ഞേ, 3 സെയിം ലിഗൻ ഇൻ ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്തായിരുന്നു? പ്രസന്റ് അഡ്ജസന്റ് കോർണർ ഓഫ് അല്ലെ an octahedron. അപ്പൊ 3 donor atom present in the adjacent corner of an octahedral. കേട്ടോ, ഓക്കെ. അഡ്ജസന്റ് കോർണർ, ആ വേർഡ് ശ്രദ്ധിക്കാം. അഡ്ജസന്റ് കോർണർ കണ്ടോ, ഓക്കെ. ഇങ്ങനെയാണ് വരുന്നത്. അതിനെയാണെന്ന് വിളിച്ചത് മെർ, സോറി ഫേസ്. അതിനെയാണെന്ന് വിളിച്ചത് ഫേസ്. ഇനി മെർഡിയോണൽ അല്ലെങ്കിൽ മെർ ഐസോമർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞാൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ലിഗൻസ് അറേഞ്ച് അറൌണ്ട് ദ മെറിഡിയൻ. അങ്ങനെ കൊടുത്താൽ മതി. എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇതുപോലെ ആവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതാണ് വന്നേക്കുന്നത്. അപ്പൊ 4 പോയിന്റുകളായി അല്ലെ. ഇനി അത് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ റൂൾ എന്തായിരുന്നു? പറയ്. കൈറാൽ എന്ന് പറയുമ്പോൾ എന്താ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് ഒപ്റ്റിക്കൽ കോമ്പൗണ്ട്. എന്തൊക്കെ വരും? ഡെക്സ്ട്രോ ആൻഡ് ലീവോ. ഡെക്സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലെയിൻ പോളറൈസ് ലൈറ്റ് അല്ലെ, റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നത് ഡെക്സ്ട്രോ, ലെഫ്റ്റിലേക്ക് ആവുന്നത് ലീവോ. അപ്പൊ പഠിക്കുമ്പോൾ ആദ്യം ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു. ഇത് അവിടെ തീർന്നു. ഇപ്പൊ എന്ത് കഴിഞ്ഞു? സ്റ്റീരിയോ ഐസോമറിസം കംപ്ലീറ്റ് ആയി അല്ലെ. എത്ര എണ്ണം? 6. ഏതൊക്കെയാ? സിസ്, ട്രാൻസ്, ഫേസ്, മെർ അല്ലെ. അത് കഴിഞ്ഞാൽ ഡെക്സ്ട്രോ, ലീവോ ഒപ്റ്റിക്കൽ ഐസോമറിസിലെ. അത്രയാവുമ്പോ എന്ത് കഴിയാണ്? ഈ സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ ഏരിയ മുഴുവൻ തീർന്നു. ഇനി സ്ട്രക്ചറൽ ഐസോമറിസം 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരുന്നു? കറക്റ്റ് ഓർഡറിൽ പറ. കോർഡിനേഷൻ ഐസോമറിസം റൈറ്റ് ആണ് ആക്ച്വലി. വേറെ ഏതായിരുന്നു? ആദ്യം തുടങ്ങുന്നത് ലിങ്കേജ് ഐസോമറിസം. ഫസ്റ്റ് ഏതായിരുന്നു? ലിങ്കേജ് ഐസോമറിസം. സെക്കൻഡ് എന്തായിരുന്നു? കോർഡിനേഷൻ ഐസോമറിസം. തേർഡ് അയണൈസേഷൻ ഐസോമറിസം. ഫോർത്ത് സോൾവേറ്റ് ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസം. ഇങ്ങനെ 4 എണ്ണമാണ് ഐസോമറിസം. ആ പേരുകളൊന്നും ഓർഡറിൽ പറഞ്ഞേ. ലിങ്കേജ് ഞാൻ ഇപ്പൊ ചോദിക്കുവോ? അത് കഴിഞ്ഞാ ലിങ്കേജ്, കോർഡിനേറ്റ് ഐസോമറിസം, അയണൈസേഷൻ ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം കേട്ടോ, അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം. ക്ലിയർ ആണോ? എവിടെ തുടങ്ങണം? ഇവിടെ തന്നെ. സോൾവേറ്റ് ഐസോമറിസം. എല്ലാ ഭാഗത്തുനിന്നും ചോദിക്കും കേട്ടോ. ഓക്കെ. അയണൈസേഷൻ ഐസോമറിസം. അത് കഴിഞ്ഞിട്ട് സോൾവേറ്റ് ഐസോമറിസം അല്ലെ. 4 ടൈപ്പായി ഇവിടെ പറഞ്ഞു.
സോൾവേറ്റ് ഐസോമറിസം. സോൾവേറ്റ് ഐസോമറിസം. ദെൻ ഇതിന്റെ ഡെഫിനിഷൻ ആണ് ബാക്കി ആൾക്കാരോട് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ചോദിക്കാം. ലിങ്കേജ് ഐസോമറിസം ഒറ്റ വേർഡ് പഠിച്ചാൽ മതി. എന്തായിരുന്നു അത്? ദേ കണ്ടെയ്ൻ അംബിഡിന്റെ ലിഗൻ. ദേ കണ്ടെയ്ൻ അംബിഡിന്റെ ലിഗൻ. അംബിഡിന്റെ ആരാ? ആരൊക്കെയാ? വേഗം പറയേ. NO2. NO2 എങ്ങനെ എഴുതാം? NO2 എന്ന് എഴുതാം, ONO എന്ന് എഴുതാം. CN എങ്ങനെ എഴുതാം? CN എന്ന് എഴുതാം, NC എന്ന് എഴുതാം. SCN എങ്ങനെ എഴുതാം? NCS എന്ന് എഴുതാം. ഉണ്ടോ? അങ്ങനെ വരുന്ന കാറ്റഗറിയാണ് എന്ത് വരുന്നത്? ലിങ്കേജ് ഐസോമറിസം. കേട്ടോ? ഓക്കെ. അപ്പോ ലിങ്കേജ് ഐസോമറിസം കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഈ ഒരു ഓർഡറിലൊക്കെ കിട്ടണം. ദെൻ സെക്കൻഡ് കോർഡിനേറ്റ് ഐസോമറിസം ആണ്. കോർഡിനേറ്റ് ഐസോമറിസത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇന്റർചേഞ്ച് ഓഫ് ലിഗൻസ് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് എന്റിറ്റീസ്. ഒന്ന് പറഞ്ഞേ. ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് ലിഗൻസ് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് എന്റിറ്റീസ്. ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് ലിഗൻസ് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് എന്റിറ്റീസ്. അപ്പോ ഇന്റർ എക്സ്ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നത് CONH3 6 ടൈം. ഇതിന്റെ ചാർജ് എത്രയാണ്? ഇതിന്റെ ചാർജ് എത്രയായിരുന്നു? നമ്മൾ എക്സിറ്റൊക്കെ നേരത്തെ കണ്ടതല്ലേ? 3+ ആണ്, കാറ്റയോൺ ആണ്. ഈ കാറ്റയോണിന് നമ്മൾ കൗണ്ടർ അയോണിന് പകരം വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള അയോൺ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യും അല്ലെ? പുറത്ത് നോക്കുക. ഇത് 3+ ആണെങ്കിൽ Cl- അല്ലേ വരിക? അതിന് പകരം എന്താണ്? -3 ഉള്ള വേറൊരു കോർഡിനേഷൻ കോമ്പൗണ്ട്, -3 ഉള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ CN 6 ടൈം. ഇതിന്റെ ചാർജ് 3- ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോർഡിനേറ്റ്. കേട്ടോ? ഓക്കെ. ഇനി ഇതില് ആരെ തമ്മിൽ മാറ്റും എന്നാ പറയുന്നത്? CN ഉം NH3 മാറ്റും. അപ്പൊ CN ഇവിടെ വന്നാൽ എന്തായിരിക്കും? COCN. ഈ NH3 ഇപ്പുറത്ത് വന്നാൽ എന്ത് വരും? CrNH3. പക്ഷെ എഴുതുമ്പോ ആദ്യം കാറ്റയോണിക് എന്റിറ്റി എഴുതണം. CN ചാർജ് എന്താ? മൈനസ് ആണ്. അതുകൊണ്ട് NH3 വെച്ച് എഴുതണം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം മാറ്റിയ പോലെ തോന്നും, പക്ഷെ അതല്ല. എഴുതുമ്പോൾ ഇത് CrNH3 6 ടൈം. ശരിക്കും ലിഗൻഡ് ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ ഇതാണ്. അപ്പൊ ഇത് രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആവുള്ളൂ. ആരൊക്കെ തമ്മിലാണ് മാറുന്നത്? ലിഗൻസുകൾ തമ്മിൽ. കേട്ടോ? അപ്പൊ എങ്ങനെ പറയുന്നത്? ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് ലിഗൻസ് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് എന്റിറ്റീസ്. കേട്ടോ? ഓക്കെ. ഓർത്തു നോക്കാം. അറിയാൻ വേഗം പറഞ്ഞു. ആനയോണിക് എന്റിറ്റീസ്. ആനയോണിക് എന്റിറ്റീസ്. ആനയോണിക് എന്റിറ്റീസ്. കേട്ടോ? ഏറ്റവും അവിടെ നിന്ന് ബാക്കിൽ ബിറ്റ്വീൻ ആനയോണിക് എന്റിറ്റി. അടുത്ത ആള് വേഗം പറഞ്ഞു. ആനയോണിക് എന്റിറ്റീസ് എല്ലാരും ചോദിക്കോട്ടോ കുറച്ച് കഴിയുമ്പോൾ. കേട്ടോ? അപ്പൊ അടുത്ത് വരുമ്പോൾ എല്ലാരും കൂടി കോർഡിനേറ്റ് ചെയ്യണം. ആദ്യത്തെ ഓർമ്മ ഉണ്ടല്ലോ? ഉണ്ടാവും. വെരി ഗുഡ്. പോസിറ്റീവ് സൈൻ. ദെൻ നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? തേർഡ് അയണൈസേഷൻ എന്താൽപി. ഡെഫിനിഷൻ എന്താണ്? സോറി, അയണൈസേഷൻ ഐസോമറിസം. അയണൈസേഷൻ ഐസോമറിസം എന്തായിരുന്നു? കൗണ്ടർ അയോൺ ഡിസ്പ്ലേസ് എ പൊട്ടൻഷ്യൽ ലിഗൻഡ്. കൗണ്ടർ അയോൺ എന്ന് പറഞ്ഞ പുറത്തുള്ള ആള് അല്ലെ? ആരെ മാറ്റും? പൊട്ടൻഷ്യൽ ലിഗൻഡ്. ഒന്ന് പറഞ്ഞേ. കൗണ്ടർ അയോൺ ഡിസ്പ്ലേസ് എ പൊട്ടൻഷ്യൽ ലിഗൻഡ്. കേട്ടോ? ഓക്കെ. എക്സാമ്പിൾ ഒക്കെ ഇപ്പൊ പഠിച്ചു കേട്ടോ. എക്സാമ്പിൾ ആരെ കാണാതെ പറയും? കണ്ടോ? പേന ഉയർത്തി കൈ കാണിച്ചു. കേട്ടോ? എക്സാമ്പിൾ. കേട്ടോ? ഓക്കെ. CONH3 പേന ഉയർത്തി. അത് ഭയങ്കര പോസിറ്റീവ് സൈൻ ആണ്. കേട്ടോ? ഓക്കെ. CONH3 5 ടൈം. കണ്ടോ? വീണ്ടും കൈ ഉയർത്തിയിരിക്കുന്നു. ഗുഡ്. കേട്ടോ? CONH3 5 ടൈം. എക്സാമ്പിൾസ് ഓർഡറിൽ പറയണം. കേട്ടോ? ഓക്കെ. CONH3 5 ടൈം. ദെൻ ഇവിടെ ആര് വരും? BR കൊടുക്കാം, അല്ലെങ്കിൽ SO4 കൊടുക്കാം. കേട്ടോ? അവര് തമ്മിലാണ് അങ്ങോട്ട് വരിക. ഇനി ശ്രദ്ധിക്കാം, എല്ലാത്തിനും അങ്ങനെ വെറുതെ വരില്ല. ഇത് നിങ്ങൾ കാണാതെ പഠിക്കാൻ നോക്കാം. ബാക്കിയുള്ളതിനൊക്കെ ഏകദേശം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ എക്സാമ്പിൾ ഏകദേശം കാണാതെ പഠിച്ചു നോക്കണം. കേട്ടോ? ഓക്കെ. ഈ BR പുറത്തുണ്ട്. ദെൻ ഈ BR കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും? അകത്തേക്ക് വരും. അപ്പൊ എന്ത് വരും? അടുത്ത സ്റ്റെപ്പില് CONH3 5 ടൈം. അതിനെ മാറ്റാൻ പറ്റൂല. ഈ BR അകത്തേക്ക് വരും. പുറത്ത് എന്ത് വരും? SO4. അപ്പോ ഒന്ന് പറഞ്ഞേ. കൗണ്ടർ അയോൺ ഡിസ്പ്ലേസ് എ പൊട്ടൻഷ്യൽ ലിഗൻഡ്. കൗണ്ടർ അയോൺ ഡിസ്പ്ലേസ് എ പൊട്ടൻഷ്യൽ ലിഗൻഡ്. കേട്ടോ? ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് വരുന്നത്. കേട്ടോ? ഓക്കെ. ചാർജ് വ്യത്യാസമല്ലേ ഉദ്ദേശിച്ചത്? അതുണ്ട്. കേട്ടോ? ഓക്കെ. അപ്പൊ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ ഇത് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ്. അപ്പൊ ഓർത്ത് നോക്കാം. കൗണ്ടർ അയോൺ എന്തായിരിക്കും? ഡിസ്പ്ലേസ് എ പൊട്ടൻഷ്യൽ ലിഗൻഡ്. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് എന്ത്? ഓർത്ത് നോക്കുക. എക്സാമ്പിൾ ഓർത്ത് നോക്കാം, മെത്തേഡ് ഓർത്ത് നോക്കാം. അങ്ങനെ ചെയ്യണം. അടുത്ത എന്തായിരുന്നു?
സോൾവേറ്റ് ഐസോമറിസം ഡെഫിനിഷൻ എന്താണ്? ആ ശരിയാ പറഞ്ഞോ. ആ വാട്ടർ മോളിക്യൂൾ. ആ പറഞ്ഞു ശരിയാ. പറഞ്ഞു എന്തായാലും ശരിയാണ്, തുടക്കം കറക്റ്റ് ആണ്. ആ രണ്ടും ഫ്രീ. ആ ടെക്സ്റ്റ് ബുക്കിൽ വേടാ പറയുന്നത് പറഞ്ഞു. ആ ഉണ്ടോ ഫ്രീ മോളിക്യൂൾ ഉണ്ടോ? അയാൾ പറഞ്ഞ ശ്രദ്ധിക്കുക. H2O exists in a free molecule in crystal lattice or directly attached to the central metal atom കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കുക ഈ രണ്ട് വേർഡ് കേട്ടോ. എന്ന് പറഞ്ഞേ H2O molecule exists in directly attached to a central metal atom or അയാൾ പറഞ്ഞ വേർഡ് എന്തായിരുന്നു? ആ എവിടെയായിരിക്കും അല്ലെങ്കിൽ അല്ലെ ഫ്രീ മോളിക്യൂളിനെ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ വാട്ടർ ആണ്, അതുകൊണ്ടാണ് ഹൈഡ്രേഷൻ എന്താൽപി. ഈ അയണൈസേഷൻ ഐസോമർസിന് സിമിലർ ആണത്. അയണൈസേഷൻ ഐസോമർസിന് സിമിലർ ആണ്. അത് എവിടേക്ക് നിൽക്കാം? ഒന്നല്ലെങ്കിൽ എവിടെ നിൽക്കും? ആരായിട്ട് അറ്റാച്ച് ചെയ്യും? സെൻട്രൽ മെറ്റൽ ആറ്റം. അല്ലെങ്കിൽ എവിടെയായിരിക്കും? ക്രിസ്റ്റൽ ലാറ്റിസ് കേട്ടോ. ഓർത്ത് നോക്കുക. അതിനെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഒക്കെ വിളിക്കാം അല്ലെ. എക്സാമ്പിൾ ഓർത്ത് നോക്കുക. CrH2O 6 ടൈം. ഇത് ഇവിടെ നോക്കിയേ Cl3. ഒരു കൗണ്ടർ അയൺ അകത്തേക്ക് വരും. അപ്പൊ എന്തായിരിക്കും? CrH2O 5 ടൈം Cl ഉണ്ടോ. ഓക്കെ. ഇനി വാട്ടർ മോളിക്യൂൾ ഉണ്ടോ? Cl2. വാട്ടർ മോളിക്യൂൾ Cl2. വാട്ടർ മോളിക്യൂൾ Cl2 ഇഷ്ടമല്ല, അത് ഒറ്റക്ക് നിൽക്കും. ഡോട്ട് H2O ഉണ്ടോ. ഓക്കെ. ഇനി അടുത്തൊരു Cl അകത്തേക്ക് വന്നാൽ എന്ത് വരും? H2O 4 ടൈം Cl2 ഡോട്ട് 2H2O ഡോട്ട് 2H2O. ആ ഡോട്ട് എഴുതി ഒറ്റ മാർക്കും തരൂല. ഡോട്ട് എന്താണ്? നിങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നല്ലേ? ഡോട്ട് എവിടെ പഠിച്ചേ ആദ്യമായിട്ട്? ആ 10th എഴുതിയ ചാപ്റ്റർ. ആ വെരി ഗുഡ് അല്ലേ. ആ അല്ലെ ഏത് ചാപ്റ്റർ? സെക്കൻഡ് ചാപ്റ്റർ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്. അതിൽ ആ സോൾട്ട് അല്ലെ നമ്മളൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ പഠിച്ചു. അവിടെയാണ് ഡോട്ട് ഹാഫ് H2O അല്ലെ. ആ 10H2 എന്തിന്റെ ആയിരുന്നു? 10H2O വാഷിംഗ് സോഡ അല്ലെ. Na2CO3 dot 10H2O. ജിപ്സം CaSO4 dot 2H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 dot ഹാഫ് H2O ഉണ്ടോ. ഓക്കെ ഓർമ്മയുണ്ട് കുട്ടി അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് പഠിച്ചത്. ആ ഡോട്ട് തന്നെയാണ് ഇത് കേട്ടോ. അപ്പൊ ഇതിനെന്താ വിളിക്കുന്നത്? ഓർത്ത് നോക്കുക. ഇനി ഇത് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. എങ്ങനെ പഠിക്കണമെന്ന് നോക്കിയേ. വാട്ടർ മോളിക്യൂൾ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ ദേ merely present in free state in crystal lattice കേട്ടോ. ഓക്കെ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് ക്രിസ്റ്റൽ ലാറ്റിസിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഐസോമറിസം ടോട്ടൽ ആയിട്ട് നിങ്ങൾ പറയണം. ഏതൊക്കെയായിരുന്നു ആദ്യം? ജോമെട്രിക്കൽ ഐസോമറിസം അവിടെ മുതൽ തുടങ്ങണം. ജോമെട്രിക്കൽ ഐസോമറിസം സിസ് ട്രാൻസ്, ഫേസ് മിറർ. അത് കഴിഞ്ഞിട്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഡെക്സ്ട്രോ ആൻഡ് ലീവോ. അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചറൽ ഐസോമറിസം കേട്ടോ. ഇത് പറയിപ്പിക്കോ കേട്ടോ. സ്ട്രക്ചറൽ ഐസോമറിസം എന്തായിരുന്നു? ലിങ്കേജ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, അയണൈസേഷൻ ഐസോമറിസം, ഹൈഡ്രേറ്റ് ഐസോമറിസം കേട്ടോ. ഇത് പഠിക്കാം, എക്സാമ്പിൾ പഠിക്കാം കേട്ടോ. ഓക്കെ റാൻഡം ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ റാൻഡം ആയിട്ട് എന്തായാലും കൈ ഉയർത്തിക്കൊണ്ട് റാൻഡം ആയിട്ട് ചോദിച്ചേക്കട്ടെ. ലിങ്കേജ് ഐസോമറിസം ഡെഫിനിഷൻ. ലിങ്കേജ് 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 അങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേ, ഞാൻ പറയിപ്പിച്ചോളാം. ലിങ്കേജ് ഐസോമറിസം ആദ്യത്തെ ഐസോമറിസം ആണ്. എന്തായിരിക്കും ലിങ്കേജ് ഐസോമറിസം? അത് കോർഡിനേറ്റ് ഐസോമറിസം ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറേണ്ടത് കോർഡിനേറ്റ് ഐസോമറിസം. ആദ്യത്തെ ഐസോമറിസം ആണ്. അതൊരു കുഞ്ഞു വേർഡ് ഉള്ളൂ. എന്തായിരുന്നു ശ്രദ്ധിക്കേണ്ടത്? എന്താ പറയൂ, ഈ ഓർഡറിൽ എഴുതിയിട്ട് എല്ലാം കുഞ്ഞു വേർഡാണ്. അപ്പൊ പറഞ്ഞു നോക്കിയാൽ കിട്ടും. കുറച്ച് കഴിഞ്ഞിട്ട് നാളെയൊക്കെ പറഞ്ഞു നോക്കണം. എന്ത്? ദേ കണ്ടെയ്ൻ അംബിഡിന്റെ ലിഗൻ കേട്ടോ. ഓക്കെ ദേ കണ്ടെയ്ൻ അംബിഡിന്റെ കേട്ടോ. ഓക്കെ ഇയാളുടെ കിട്ടാത്ത ഏതാന്ന് നോക്കട്ടെ മുഖത്ത്. ആ ഓക്കെ ദെൻ ഓൾമോസ്റ്റ് എല്ലാം കിട്ടും, പഠിച്ചിട്ടുണ്ട്. എന്നാലും ചോദിക്കാം അയണൈസേഷൻ ഐസോമറിസം എന്തായിരുന്നു? അല്ലെ പൊട്ടൻഷ്യൽ ലിഗൻ അല്ലെ. എക്സാമ്പിൾ ഒക്കെ ഒന്ന് ഓർത്തു ക്ലിയർ ചെയ്ത് കൊണ്ടുപോവാ. ദെൻ നെക്സ്റ്റ് ചോദിക്കാത്ത ആൾക്കാർ വിഷമിച്ചിരിക്കുന്നു. മിഷേൽ കേട്ടോ. ഓക്കെ ആ ഐസോമറിസം ലാസ്റ്റ് പഠിച്ചില്ലേ? ആ 4 കൊണ്ട് പറഞ്ഞേ ഓർഡറിൽ. അതെന്തായിരുന്നു? ആംബിഡെന്റേറ്റ്. ആംബിഡെന്റേറ്റ് ഒരു എക്സാമ്പിൾ പറ. NC അങ്ങനെ എഴുതുന്നതാണ്. ഓക്കെ അപ്പൊ അത് ഓക്കെ ആണ് അല്ലെ. അതുപോലെ കണ്ടാല് ക്ലിയർ ചെയ്ത് പോകണം. അടുത്ത എന്തായിരുന്നു? ആനയോണിക് എൻറ്റിറ്റി. അടുത്ത ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടേ അതിലെ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാണിച്ചു തരാം.
പൊട്ടൻഷ്യലേക്ക്. എന്റെ ലാസ്റ്റത്തെ കൂടി പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കട്ടോ, H2 എന്ന് പറയുമ്പോൾ നിങ്ങൾ സോൾവേറ്റ് എന്ന് പറയണം. H2 പോലെ വേറെ എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. അപ്പൊ സോൾവേറ്റ് മോളിക്യൂൾ ഡയറക്ട്ലി അറ്റാച്ച് ടു എ ആണ് അല്ലെ. അപ്പൊ ഏകദേശം കറക്റ്റ് ആയിട്ട് വിഷയം പറഞ്ഞു. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇത് വരും. ഇതാണ് 9.3 കേട്ടോ. ഓർഗന വായിക്കും, ഇവര് ഓർഗന വായിക്കും, നല്ല ലൗഡ് വോയിസ് ആയിരിക്കണം കേട്ടോ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശരിയാക്കി കളയും കേട്ടോ. ഞാനിത് പറഞ്ഞു തന്നു, എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ഓർഗന വായിക്കും. പോയി തന്നെ ഓഫായി ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ആണോ ഗോകുല? ക്വസ്റ്റ്യൻ ഓർഗന കെ CrH2O twice C2O4 twice. കേട്ടോ, ആരും പറയണ്ട, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഇപ്പൊ ഇനി ചോദിക്കാത്ത ഒരാളുള്ളൂ നമ്മുടെ കയ്യില് കേട്ടോ. ഓക്കെ, അയാൾ തന്നെ ആൻസർ പറയണം കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞു. ഇത് എന്ത് ഐസോമറസ് ആണ് ആക്ച്വലി കേട്ടോ? ഇത് ഏത് ഐസോമറസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട്? വേറെ ആരും പറയരുത് കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടെന്നും കൂടി പറയണം. എന്തായിരിക്കും സോൾവേറ്റ് എന്ന് പറഞ്ഞാല് ഈ വാട്ടർ ഇല്ലേ അവിടെ നിന്നിട്ട് ഡോട്ട് ഒക്കെ കൊടുക്കണം, അതല്ല അതല്ല. ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഡെഫിനിഷൻ ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിയുമ്പോൾ ഇത് ഏത് ഐസോമറസോ ആണ് അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ, ഇതാണ് ചോദിക്കുക. എത്ര പേർക്ക് കിട്ടി? ഹാൻഡ് റൈസ് ചെയ്യും നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഉള്ള ആൾക്കാർ. കിട്ടി? എന്തായിരുന്നു? അല്ല, സോൾവേറ്റ് അല്ല. സോൾവേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ പുറത്ത് പോണ പോലെ അവർ കാണിച്ചു തരും. സോൾവേറ്റ് മറ്റേതിന് മാത്രമേ അങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, സിസ് ആൻഡ് ട്രാൻസ്. ഇവർ അന്ന് എടുത്ത സമയത്ത് ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ ഇവര് പറഞ്ഞില്ലേ അടിച്ചാനെ കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 2 കണ്ടാൽ എന്താണ്? 2 കണ്ടാൽ 1 അടിച്ച് പിടിച്ചേക്കണം. 3 കണ്ടാ പറ്റുമോ? 4 കണ്ടാ പറ്റുമോ? 5 കണ്ടാ ഒരേപോലെ ആണോ? അല്ല, 2 ഒരെണ്ണം കണ്ടിച്ചാൽ മതി. ഇവിടെ 3 or 5 എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരെണ്ണം 2 എന്നെങ്ങനെ കണ്ട അപ്പൊ തന്നെ എന്തായിരിക്കണം? സിസ് ട്രാൻസ്. വേറെ ഒന്നിലേക്ക് കണ്ടുപോരുത്. സിസ് ട്രാൻസ്. സിസിലും ട്രാൻസിലും ഒപ്റ്റിക്കൽ ഐസോമറസം വേറെ ഉണ്ടാവാം. മനസ്സിലായി? മാർക്ക് നോക്കി കളിക്കണം. ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ സിസും ട്രാൻസും വരച്ച് അതിൽ തന്നെ സിസിന് എന്ത് ഐസോമറസം ഉണ്ടാവും? മിക്കപ്പോഴും സിസിന് ഒപ്റ്റിക്കൽ ഐസോമറസം വരും. ഡെക്സ്ട്രോ ആൻഡ് ഡിവോ. ട്രാൻസിന് ഒരേപോലെ വരും. അത് അതിന്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ ഇത് സിസ് ആൻഡ് ട്രാൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അല്ലെ ഭയങ്കര ഭീകരമായിട്ട് അതിലേക്കൊക്കെ ആലോചിച്ച് പോയി. ഇല്ല, സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ചേ. ഇത് കണ്ട ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അത് വരക്കാൻ പറ്റുമല്ലോ. ഒരെണ്ണം അടുത്തെടുത്ത് കൊടുത്താൽ പോരെ. ഓക്കെ, എന്തായിരിക്കും അടുത്ത്? CO EN thrice CL3 കേട്ടോ. ഇവര് പറയണ്ട കേട്ടോ, നിങ്ങൾ പറയണ്ട. അന്ന് ഉണ്ടായിരുന്നതാണ് അത്. ഇവര് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ചതാണ് ഈ കുറച്ച് നാൾ മുമ്പാണ് ചെയ്ത സമയത്ത് ഇവരുണ്ടായിരുന്നു. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അറിയാം. ഇതില് ആകെ അല്ലെ 3 ഉള്ളൂ. 3 എന്ന് പറയുമ്പോ ഏതായിരിക്കും? കോർഡിനേഷൻ ഐസോമർസ് എങ്ങനെയായിരുന്നു? 2 എണ്ണം ഒരേപോലത്തെ ആയിരിക്കണം. അയണൈസേഷൻ ഐസോമർസ് മറ്റേ ആ ഒരു എക്സാമ്പിളിൽ വരുള്ളൂ, വേറെ വരില്ല. ഇത് ഒപ്റ്റിക്കൽ ഐസോമർസം. ഇത് ഏതായിരുന്നു? ഒപ്റ്റിക്കൽ ഐസോമർസം. സാധാരണ കാറ്റഗറിയിൽ വന്നില്ലെങ്കിൽ അത് വരച്ചു നോക്കണം. എന്തോ നോക്കണം? വരച്ചു നോക്കണം. എന്തായിരിക്കും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അല്ലെ. പ്ലെയിൻ അതല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. ഇതിന്റെ ആൻസർ എഴുതുമ്പോ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് മിറർ ഇങ്ങനെ വരും കേട്ടോ. ഞാനേ
നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ആ ടോപ്പിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അല്ലാതെ ഞാൻ ആ ടോപ്പിക് പഠിച്ചു എനിക്കും എല്ലാം കിട്ടും അങ്ങനെ ഇരിക്കേണ്ട. ക്വസ്റ്റ്യൻ ചോദിക്കുന്നവര് എന്തായിരിക്കും അല്ലെ, ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ നമുക്ക് കിട്ടാത്തോടത്തോളം കാലം നിങ്ങൾക്ക് അതിൽ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏത് ടോപ്പിക് പഠിക്കുന്നു അതിനെ ബെസ്റ്റ് വേയിൽ മാർക്കാക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം വായിക്ക് കണ്ടോ, അവർക്ക് അറിയാവുന്നതുകൊണ്ട് വെറുതെ ഇരിക്കാൻ നോക്കണം കണ്ടോ. ഓക്കെ, ഉറക്കനെ വായിക്ക്. CO ആരെങ്കിലും വായിച്ചാൽ മതി. CO NH3 5 ടൈം NO2. ഇത് ആരും പറയണ്ട, ഞാൻ ചോദിച്ചോളാം കേട്ടോ. ഓക്കെ, Cl3 അല്ലേ? NO3 ട്വൈസ് ആണ്. NO2 പുറത്ത് NO3 ട്വൈസ് കേട്ടോ. ഓക്കെ, ഇത് ഏത് ഐസോമർസം ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് ഏത് ഐസോമർസം ആയിരിക്കും? മിഷേൽ കണ്ടോ, കൈ ഉയർത്തി ഇങ്ങനെ ഇരിക്കുന്നു, പോസിറ്റീവ് സൈൻ. ഓക്കെ, ഞാൻ പറയാം മിഷേൽ. ഏതായിരിക്കും പറഞ്ഞു? ശരിയാ, റൈറ്റ്. ഏതായിരുന്നു? സോൾവേറ്റ് അല്ല. ലിങ്കേജ് ഐസോമർസ് അവിടെ പറഞ്ഞു. എന്തുകൊണ്ടാ? NO2 ഉണ്ട്. NO2 എങ്ങനെ എഴുതാം? ONO. അംബിഡിന്റെ ലിഗൻ. അംബിഡിന്റെ കണ്ടാൽ എന്ത് പിടിച്ചേക്കണം? NO2 കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാം, ജനറൽ ആയിട്ട് വരാത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് സോൾവേറ്റ് ആണ്. സോൾവേറ്റ് ആണെങ്കിൽ അവർ ആ എക്സാമ്പിൾ അയണൈസേഷനും ആണെങ്കിൽ ആ സെയിം എക്സാമ്പിളിലെ പിടിക്കാവൂ, ബാക്കിയുള്ളതേ വെച്ച് കമ്പയർ ചെയ്യാവൂ. അപ്പൊ നിങ്ങളുടെ അണ്ടറിൽ കൺട്രോൾ ഇരിക്കുന്നത് 3 കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റും. അതാണ് ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോമ്പൗണ്ട് കണ്ടാൽ ആദ്യം 2 ഉണ്ടോ നോക്കാം. 2 ഉണ്ടെങ്കിൽ എന്തായിരിക്കും? സിസ്റ്റാൻസ്. രണ്ടാമത്തത് ഓർത്ത് വെക്കേണ്ടത് അംബിഡിനേറ്റ് ഉണ്ടോ നോക്കാം. ഏറ്റവും കൂടുതൽ വരുന്ന അംബിഡിനേറ്റ് ആയിരിക്കും. അംബിഡിനേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇനി കോർഡിനേഷൻ ഐസോമർസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. 2 എണ്ണം ഒരുമിച്ച് അങ്ങ് ജോയിൻ ചെയ്ത് തരും. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് 2 എണ്ണം ഒരുമിച്ച് പെട്ടെന്ന് തന്നെ തരും. മൂന്നാമത്തത് ശ്രദ്ധിക്കേണ്ടത് 6 വരുന്ന കോമ്പൗണ്ടുകളിൽ 3 ഉണ്ടാവും നോക്കാം. 6 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹെക്സാഡിനേറ്റ്. അപ്പോ എങ്ങനെയായിരിക്കും? ഇപ്പോ നിക്കൽ Ni NH3 6 ടൈം അല്ലെങ്കിൽ Cl3 3 ടൈം 3 കേട്ടോ. 3 വന്നാൽ എന്തായിരിക്കും? ഫേസും ബെറും. 3 വന്നാൽ 3 അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഫേസും ബെറും. ഇതല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് അത് ഒപ്റ്റിക്കൽ ഐസോമർസം. ഇതല്ലെങ്കിൽ എന്തായിരിക്കണം? ഒപ്റ്റിക്കൽ ഐസോമർസം. ഇനി ശ്രദ്ധിക്കാം, സോൾവേറ്റ്. പല ആൾക്കാരും വാട്ടർ കണ്ടപ്പോൾ തന്നെ സോൾവേറ്റ് പിടിക്കും. വാട്ടർ കണ്ടാൽ പിന്നെ വേറെ ഒന്നുമില്ല, സോൾവേറ്റ് വേറെ ഒന്നും നോക്കില്ല. എവിടെയെങ്കിലും വാട്ടർ കണ്ടാൽ മതി, അപ്പൊ തന്നെ സോൾവേറ്റ്. അത് ശ്രദ്ധിക്കാം, അത് ആ ക്രോമിയത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് കോമ്പൗണ്ടുകൾക്ക് മാത്രമേ അത് വരുള്ളൂ. അതുപോലെ അയണൈസേഷൻ ഐസോമർസം എല്ലാത്തിനും പിടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എളുപ്പമായി അല്ലേ? EC2 ഒരെണ്ണം പിടിച്ചിട്ട് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് അത് നടക്കില്ല. അത് ഇത് ചാർജ് ഒരേ കണ്ടീഷന് വരുന്ന രീതിയിലാണ്. അത് എക്സ്പെരിമെന്റിൽ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് രണ്ടും നേരത്തെ പഠിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് ലോക്ക് ചെയ്യാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പിൽ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിൽ ഡൗട്ട് ചോദിച്ചത് കോകിലാണ്. VBT CFT അല്ലേ? CFT VBT ഒരുമിച്ചായിട്ട് അടുത്ത ക്ലാസ്സിൽ പോലും പറഞ്ഞുതരാം. വേറെ ഏതായിരുന്നു ചെറിയ ടോപ്പിക്ക്? വേറെ ആരും ചോദിച്ചല്ലോ. ഈ ചാപ്റ്റർ അല്ലാതെ ഏതൊരു ചാപ്റ്റർ ചോദിച്ചത്? കെമിക്കൽ കൈനറ്റിക്സ് അല്ലെ? കെമിക്കൽ കൈനറ്റിക്സിൽ ശ്രദ്ധിക്കുക, ആദ്യം എല്ലാ ഇക്വേഷൻസും കറക്റ്റ് ഒന്ന് ഓർഡറിൽ പഠിച്ചു നോക്കാം. കെമിക്കൽ കൈനറ്റിക്സിൽ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. പിന്നെന്തായിരുന്നു? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് ലോഡ് ഇക്വേഷൻ. റേറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു a raised to x and p raised to y കേട്ടോ. ഓക്കെ, അത് ഓർഡറിൽ ചാപ്റ്റർ ആയിട്ട് തന്നെ വെക്കാം കേട്ടോ. ഓർഡറിൽ ആ ചാപ്റ്ററിന്റെ റിവിഷൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു പോകാം കേട്ടോ. ഓക്കെ, ഓർഡറിൽ ആ ചാപ്റ്ററിന്റെ റിവിഷൻ ആയിട്ട് പോകാം. അടുത്ത ക്ലാസ്സിൽ വെനസ്ഡേ വരുന്ന സമയത്ത് 2 ചാപ്റ്റർ പറയാം. നിങ്ങളൊന്ന് പറഞ്ഞേ. ഒന്ന് കെമിക്കൽ കൈനറ്റിക്സ് വെക്കാം, വേറെ ഒരു ചാപ്റ്ററും കൂടി പറ റിവിഷൻ ആയിട്ട് എടുക്കാം. 2 ചാപ്റ്റർ കേട്ടോ, D&F കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് പറ്റി കോകില? നിങ്ങൾക്ക് വല്ല എക്സാമിൻ ഉണ്ടോ? ഏതാ? അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക,
കെമിക്കൽ കൈനറ്റിക്സും ഡി ആൻഡ് എഫും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരണം. ഇതിനു മുമ്പത്തെ വീഡിയോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് ഓടിച്ച് ഏകദേശം ഒരു ഐഡിയയിൽ വരണം. അങ്ങനെ ആയാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ കണ്ടന്റ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, എങ്കിലേ അത് മാർക്കിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നും, കൊള്ളാം ഇത് ഇത്രയേ ഉള്ളൂ, ഓഹോ വളരെ സിമ്പിൾ കേട്ടോ, അങ്ങനെ വരും. പക്ഷെ അത് മാർക്കായി കൺവേർട്ട് ചെയ്യില്ല. കാരണം അതിലുള്ളത് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തന്നെ ഐസോമർസ് എടുത്തു, നിങ്ങൾ ഭയങ്കര കംഫർട്ട് സോണിൽ പോയി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഇതിലുള്ള എല്ലാ ഇക്വേഷൻസും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഇക്വേഷൻ എഴുതിക്കോ, എന്നാലും അടുത്ത ക്ലാസ്സിന്റെ തുടക്കാവുള്ളൂ. അപ്പൊ എനിക്ക് ബാക്കി അങ്ങ് പഠിപ്പിച്ചു പോയാൽ മതി. എഴുതിപ്പിച്ചതാണ്, കുറെ പ്രാവശ്യം എഴുതിപ്പിക്കുക കേട്ടോ. ഓക്കെ, സജഷൻ ഉണ്ടോ? ഉണ്ട്, ആ പറയിപ്പിക്കണം. ഓക്കെ കേട്ടോ, അപ്പൊ ചെയ്യാം, പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ എല്ലാവരും. റേറ്റ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഓർ എന്തായിരിക്കും ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെക്കൻഡ് എന്തായിരുന്നു? റേറ്റ് ലോ ആണ്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ആൻഡ് ബി റൈസ് ടു വൈ. തേർഡ് നമ്മൾ പറയുന്നത് അതിൽ സീറോ ഓർഡർ ഉണ്ട്, യൂണിറ്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഓക്കെ, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കേട്ടോ, ഒന്ന് എഴുതി വെക്കുക. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഒന്ന് എഴുതി വെച്ചേ. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എഴുതി വെക്കുക. മോൾ എൽ എസ്, ദെൻ മോളിന്റെ മോളില് 1 മൈനസ് എൻ, ദെൻ എല്ലിന്റെ മുകളില് n-1, എസിന്റെ മുകളില് -1 കേട്ടോ. ഓക്കെ, ഇത് യൂണിറ്റ് ആണ്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കും? ഇവിടെ 1 അല്ലെ, n = 1 ആക്കും. 1 - 1 മോൾ റേസ് ടു 0 1 l അല്ലെ, 1 - 1 അല്ലെ, 0 അല്ല 1 ആയി മാറും. അപ്പൊ ആൻസർ എന്ത് വരും? s റേസ് ടു -1. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോർത്ത് വരുന്നത് ഹെഡിങ് എഴുതി വെക്കുക, സീറോ ഓർഡർ. കുറച്ച് ഇക്വേഷൻ ഉള്ളൂ. സീറോ ഓർഡർ k equal to r naught minus r divided by t, then t half equal to r0 divided by 2k, t half equal to r0 divided by 2k. Then fifth equation എന്തായിരുന്നു? ഇത് കഴിഞ്ഞു. ഫസ്റ്റ് ഓർഡർ കേട്ടോ, ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ എന്തായിരുന്നു? k equal to എന്തായിരുന്നു? 2.303 divided by t log r0 divided by r. 2.303 divided by t log r0 by r. Then sixth equation, ഇവിടെ തന്നെ ഇത് എഴുതിക്കോ കേട്ടോ. t half equal to 0.693 divided by k. t half equal to 0.693 divided by k കേട്ടോ. ഇത്രയും ഒരു ഓർഡർ ആയി. ഇനി വരുന്ന സിക്സ്ത് എന്ന് പറയുന്നത് അരീനസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിൽ 3 ഫോർമാറ്റ് ഉണ്ട് അരീനസ് ഇക്വേഷനിൽ. k equal to ae raised to minus ca by rt. Then next ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് log k equal to log a minus ea divided by 2.303 r. Then അടുത്ത ലാസ്റ്റ് ഇക്വേഷൻ log k2 by k1 equal to rtn. Then ea divided by 2.303 r t2 minus t1 divided by
T1 into T2. One time എഴുതാം. ഇനി നേരത്തെ പോകാൻ ആഗ്രഹമുള്ള കുട്ടികള് ഇത് കാണാതെ എഴുതണം. അതിന് മുമ്പ് എൻ്റെ അടുത്തൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, കാണാതെ എഴുതാ പോവാം, അല്ലാതെ വിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അല്ലെ ഇവിടെ തൊട്ട് എനിക്ക് തുടങ്ങിയാൽ മതി. ഈ ചാപ്റ്ററില് ഡെറിവേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഈ കെയുടെ ഡെറിവേഷൻ എന്തിന്റെയൊക്കെ ആയിരിക്കും? സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ. ഇതിനു മുമ്പ് ഉണ്ടായ ക്ലാസ്സുകളിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, അത് 2 എണ്ണം ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രീവിയസ് ക്ലാസ്സിന്റെ ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടേക്കാം. അപ്പൊ എന്തിനാന്ന് പറഞ്ഞ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അന്ന് നിങ്ങൾക്കല്ലേ റിവിഷൻ ആയിട്ട് എടുത്ത് ഈ ചാപ്റ്റർ? അന്ന് നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? എങ്ങനെയാ ചെയ്തേ? ഈ ടൈപ്പിന്റെ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചെയ്തത് അല്ലെ? ഓക്കെ, അത് കഴിഞ്ഞ് ഇതെടുത്തു, അതിന്റെ ഒരെണ്ണം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? 30 അല്ലെ? ക്വാഡ്രപ്പിൾസ് റിയാക്ഷൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്ത് പോകണ്ടേ. അന്ന് ഡെറിവേഷൻ നമ്മൾ കുറച്ച് എടുക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെറിവേഷൻ ഇതിന്റെയും പിന്നെ ടി ഹാഫിന്റെയും ഈ ടി ഹാഫിന്റെയും, അതാണ് ഡയറക്റ്റ് ഡെറിവേഷൻ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ 3 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഒന്ന് 2 എണ്ണം ഇൻ ടെക്സ്റ്റിലും ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിലും ഒരെണ്ണം നമ്മൾ ചെയ്തു എക്സസൈസിലാണ്. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ ചെയ്ത ഡെറിവേഷൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ പറഞ്ഞോ. T 99% equal to twice the time required to T 90%. ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആയിട്ട് കിട്ടണം. അപ്പൊ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡെറിവേഷൻ, അത് മാക്സിമം അവർ അതേ ചോദിക്കുള്ളൂ, ആ ഫോർമാറ്റിലേ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എഴുതാം, പഠിച്ച ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, എഴുതാം കേട്ടോ, എന്നിട്ട് വിടുള്ളൂ കേട്ടോ. ഗൂഗിള കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്നതാണ്, ഒന്ന് എഴുതണം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു.